ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ എവിൾ ഡെഡ് ബെൻ എന്ന് പറഞ്ഞൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനു മുന്നേ എവിൾ ഡെഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയുടെ ഒരുപാട് പാർട്ടുകൾ ഓരോന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മൂവി സ്റ്റാൻഡ് ലോൺ മൂവിയായിട്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഒരു കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം നിങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കേട്ടിട്ട് നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോയാലോ. ഈ എവിൾ ഡെഡ് സീരീസിലെ കഥ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം, അതൊരു ശാപമാണ്. നെക്രോണോമിക്കോൺ എന്ന് പറഞ്ഞൊരു മരണഗ്രന്ഥവും. അപ്പോൾ ഈ ഒരു ബുക്കിലെ മന്ത്രം ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഡെഡ് ടൈറ്റസ് എന്ന് പറഞ്ഞ പിശാചുകളുണ്ട്. ആ ഒരു പിശാചു വന്ന് വായിക്കുന്ന മനുഷ്യരെ കൺട്രോൾ ചെയ്ത് ഇവിടെ നരകമാക്കി മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പിശാചിനെ ഒരിക്കലും നശിപ്പിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഓരോ സിനിമയിലും സ്ഥലവും കഥാപാത്രങ്ങളെല്ലാം മാറുമായിരിക്കും. പക്ഷേ ഈ ഒരു ശാപം അതെല്ലാ സിനിമകളിലും ഒന്നായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മെയിനായിട്ടും ആ ഒരു മരണഗ്രന്ഥവും അതിനുള്ളിലെ ആ ഒരു പിശാച്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഓ, ഇത്രയല്ലെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ഈ മൂവിയിൽ നിങ്ങൾക്ക് കണ്ണടച്ച് കാണാൻ കഴിയുന്ന ഒരുപാട് സീനുകളുണ്ട്. അതെന്താടാ കണ്ണടച്ച് കാണാൻ കഴിയുന്ന സീനുകളെന്നല്ലേ? അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഇതേ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു പഴയ ഡയറിയും അതിനുള്ളിലെ ഒരു കുറിപ്പുകളും വായിക്കുന്ന ഒരാളെയാണ്. ഇപ്പം ആ ഒരു കുറിപ്പുകൾ എഴുതിയത് പുരാതന ചരിത്രം പഠിച്ചിരുന്ന ഡോക്ടർ ബെഞ്ചമിൻ പ്രൈസ് എന്ന് പറഞ്ഞൊരു പ്രൊഫസറാണ്. അയാൾ തന്റെ ഗവേഷണത്തിനിടെ നെക്രോണോമിക്കോൺ അഥവാ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞൊരു മരണഗ്രന്ഥം അത് വെറും ഒരു കഥയല്ലെന്നും അത് യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ട ഒരു ബുക്കാണെന്നും അയാൾ കണ്ടെത്തും. പക്ഷേ അയാളുടെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ട് ചിലര് ആ പുസ്തകത്തിലെ നിരോധിക്കപ്പെട്ട ആ പുസ്തകത്തിലെ ഒരുപാട് മരണഗ്രന്ഥങ്ങൾ ഉറക്കെ വായിക്കുന്നു. അങ്ങനെ വായിച്ചതിന് ശേഷം എന്താണ്, ആ മനുഷ്യരുടെ ശരീരം കൈവശപ്പെടുത്തുന്ന ഡെഡ് ടൈറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു പിശാചുകൾ ലോകത്തേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിശാചുകൾ ഒരു തവണ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതൊരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവരെ എല്ലാവരെയും നരകത്തിലേക്ക് വലിച്ചഴിക്കും. അങ്ങനെ ഈ ഒരു കഥ പറഞ്ഞു തീരുന്നതും അയാൾ പറഞ്ഞ ആ ഒരു മരണ ബുക്കുണ്ടല്ലോ, ആ ഒരു ബുക്ക് എടുത്ത് അതിലെ മന്ത്രങ്ങൾ വായിക്കുന്നതും ഇപ്പോൾ ഒരു നദിക്കുള്ളിൽ നിന്ന് ഒരു കണ്ണ് തുറക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതേസമയം ആ ഒരു നദിക്ക് മുകളിൽ കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പൊ ചൂണ്ടയിടാൻ വേണ്ടി അതേപോലെ അവർ വെച്ച കെണിയിൽ ഈ ഞണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഈ നദിയുടെ മുകളിലേക്ക് വന്നിട്ട് അവർ ആ ഒരു ഞണ്ടിനെല്ലാം എടുത്തിട്ട് ബോട്ടിലേക്ക് ആക്കുമ്പോഴത്തേക്കാണ് അതിലൊരുത്തന്നെ ഒരു കോള് വരുന്നു. എന്തോ പ്രധാന കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് രണ്ടുപേരും ആ ഒരു ബോട്ടുമായിട്ട് നേരെ കരയിലേക്ക് വരും. കരയിലേക്ക് വന്നിട്ട് എന്താണ്, വീണ്ടും ഇവർ രണ്ടുപേരും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ നേരത്തെ കോള് വന്നല്ലോ, അവന് പിന്നെയും അതുപോലെ തന്നെ കോള് വരുന്നു. അപ്പോൾ അവൻ പറയും, ശരി ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും കുറച്ച് മാറിപ്പോകുന്നതും അങ്ങനെ മറ്റവനാണെങ്കിലോ അവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇവന്റെ ആ ഒരു ചൂണ്ടയിലെ ആ നൂല് ഭയങ്കരമായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്തോ ഒരു വലിയ മീൻ എന്തായാലും കുടുങ്ങിയിട്ടുണ്ട്. അതിലവൻ പെട്ടെന്ന് ആ ഒരു ചൂണ്ട എടുത്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് കറക്കി 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 അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്തോ ഒരു വലിയ കാര്യമാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ കറക്കി കറക്കി അടുത്തേക്ക് കൊണ്ടുവരുന്നതും ആഹാ കാണിക്കുമ്പോ അത് വേറെ ഒന്നുമല്ലാതെ ഇതുപോലെ ഒരു സ്ത്രീയുടെ തല. അപ്പൊ ഈ കാര്യം കണ്ടിട്ട് അവൻ പെട്ടെന്ന് ആ ഒരു തല വെള്ളത്തിലേക്കിട്ട് അവന്റെ കൂടെയുള്ള അവന്റെ പേര് ലിയോ എന്നാണ്. എഴുന്നേറ്റ് നിന്ന് ലിയോ എന്ന് വിളിക്കുന്നതും ഇപ്പൊ ആ ഒരു പുഴയിൽ നിന്നും ഇവരിട്ട ആ ഒരു ചൂണ്ടകളുണ്ടല്ലോ, അതുപോലെ ഒരുപാട് ചൂണ്ടകൾ മുകളിലേക്ക് പറന്നു വന്ന് അവന്റെ ദേഹത്തെല്ലാം കുരുങ്ങിയിട്ട് ഇപ്പൊ അവനെ വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതെങ്ങനെയാണെന്നറിയോ, അവന്റെ ചുണ്ടിലും വായിലും അതേപോലെ തന്നെ കണ്ണിന്റെ പോളയിലും എല്ലാം ആ ഒരു ചൂണ്ട കുടുങ്ങിയിട്ട് അത് വെച്ച് വലിച്ചാണ് അവനെ എടുത്തോണ്ട് പോകുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോ തിരിച്ചു വന്നിട്ട് ഇവനെ നോക്കുമ്പോഴത്തേക്കും അവനെ ഇവിടെ കാണുന്നില്ല. ഹേയ് നീ എന്തായി ചെയ്യുന്നേ, ഒളിച്ചു കളിക്കാതെ കരയിലേക്ക് വരാൻ പറയുന്നതും കാണിക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു വെള്ളത്തിൽ കൈയും കാലിട്ട് അടിക്കുന്ന കണ്ടിട്ട് ലിയോ എന്ന് പറഞ്ഞ അവനാണെങ്കിൽ ആ ഒരു ബോട്ടും എടുത്ത് നേരെ ഈ നദിയുടെ സെന്ററിലേക്ക് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഇവൻ ബോട്ട് ഓടിച്ചിട്ട് അവിടെ വന്നിട്ട് അവനെ കാണാത്തത് കൊണ്ട് ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നതും ലിയോ അവന്റെ കോട്ടിൽ പിടിച്ചിട്ട് അവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യം അവനെ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ 2-3 തവണ വലിച്ച് അവസാനം അവന്റെ മുഖമാണെങ്കിലോ വലിച്ച് കീറിയ ആ ഒരു ചൂണ്ടയെല്ലാം പോയിട്ട് വികൃതമായി പോയി. അങ്ങനെ അവസാനം അവനെ പൊക്കിയെടുത്ത് ആ ഒരു ബോട്ടിലേക്ക് കിടത്തുന്നതും അവന്റെ പാതി ശരീരം മാത്രമേ ഇവന് കിട്ടിയിട്ടുള്ളൂ, പാതി വേറെ എന്തോ ഒന്ന് കൊണ്ടുപോയി. ഇപ്പോൾ ലിയോ അങ്ങനെ പേടിച്ചിട്ട് ബോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് വെള്ളത്തിലെ ഒരു പ്രേതം അതിന്റെ തല മാത്രം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. ഇത് കണ്ട ലിയോ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ബോട്ടിനടുത്തേക്ക്
ആ പ്രേതം അങ്ങനെ വന്നിട്ട് അതിന്റെ 2 കൈ കൊണ്ട് ആ ഒരു ബോട്ടിലേക്ക് പിടിച്ച് ആ ബോട്ട് മറിച്ചിടുന്നതും ലിയോയും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പോ വെള്ളത്തിലേക്ക് വീണ ലിയോ ആണെങ്കിലോ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അവസാനം മുകളിലേക്ക് പൊങ്ങി വരുന്നതും ഇപ്പോ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു ബോട്ടിന് മുകളില് ആ പ്രേതം അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. വേറെ ലെവൽ ഇൻട്രോ ആണിത്. അതുമല്ല അതിന്റെ കൈ വെച്ചിട്ട് ഇതൊരു പിശാചാണല്ലോ, അതാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറിയിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നത്. ആ പിശാചിന് അതേപോലെ ശക്തിയുണ്ട്. അങ്ങനെ ഇവനെ കൊല്ലാൻ വേണ്ടി അതെന്താ ചെയ്യുന്നറിയോ, അവൻ കിടക്കുന്ന അത്രയും ഭാഗത്തെ ആ ഒരു വെള്ളം ഭയങ്കരമായിട്ട് തിളപ്പിക്കും. അത് തിളച്ചു മറിഞ്ഞ ആ ഒരു ചൂട് വെള്ളത്തിൽ ലിയോ കിടന്നിട്ട് അവന് ശരീരം മുഴുവൻ വെന്ത് അവസാനം അവൻ കരയിലേക്ക് നീന്തി കയറുന്നുണ്ട്. പക്ഷെ അങ്ങനെ കയറുമ്പോഴെന്താണ്, അവന്റെ ശരീരം മുഴുവൻ പൊള്ളി അവൻ കരയിലെത്തുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. എന്നിട്ട് കയ്യിലെ ആ ഒരു തൊലി സ്കിന്നുണ്ടല്ലോ അത് പതിയെ ഇളകി പോകുന്നുണ്ട്. അങ്ങനെ അവന്റെ കൈ ചവിട്ടി തെറ്റിച്ച് ആ പിശാച് അവിടെ നിന്ന് നടന്ന് നേരെ റോഡിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു കാട്ടിലൂടെ നടന്ന് അവസാനം ഒരു റോഡിലേക്ക് വന്ന് നിൽക്കുന്നതും കുറേ നേരം അവിടെ തന്നെ നിന്നിട്ട് ഇപ്പൊ രാത്രി ആകുമ്പോഴത്തേക്കാണ് ആ ഒരു റോഡിലൂടെ ഒരു കാർ നല്ല വേഗതയിൽ വരികയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു പിശാച് നേരെ റോഡിന്റെ സെന്ററിലേക്ക് കയറി നിൽക്കുന്നു. എന്നിട്ട് എന്താണ് വരുന്ന ആ ഒരു കാറിനെ നോക്കി അങ്ങനെ ചിരിക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാർ നല്ല വേഗതയിൽ വന്ന് ഈ പിശാചിനെ ഇടിച്ച് തെറിപ്പിക്കുന്നതും ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുമ്പോൾ ഒരു ക്ലബിനകത്ത് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് എന്തോ ഒരു പാർട്ടി ആഘോഷിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, അതിലെ ജോസഫിന്റെ ജന്മദിനമാണ്. അപ്പൊ അവന്റെ കാമുകിയായിട്ട് ജോസഫിന്റെ സഹോദരൻ വില്ലും അതേപോലെ തന്നെ വില്ലിന്റെ വൈഫ് ആലീസ്. അങ്ങനെ വില്ലും ആലീസും ജോസഫിന് സമ്മാനം എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൽ വില്ല് കൊടുത്ത ആ ഒരു സമ്മാനം എന്തോ ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ ഒരു പേനയായിരുന്നു തോന്നുന്നു. ജോസഫ് ബുക്ക് എഴുതുന്നത് കൊണ്ടാണ് അവൻ ആ ഒരു പേന കൊടുത്തത്. പക്ഷെ നല്ല വിലയുള്ളൊരു പേനയാണ്. ഇതേ സമയം നമ്മുടെ ആലീസ് ആണെങ്കിലോ കുറച്ച് ഫോട്ടോസ് നല്ല രീതിയിൽ വർക്കെല്ലാം ചെയ്ത് ആ ഫോട്ടോസ് കൊടുക്കുന്നതും അത് നമ്മുടെ ജോസഫിന് ഇഷ്ടപ്പെട്ടിട്ട് അവൾക്കൊരു ഹഗ്ഗെല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കാണുന്ന വില്ലിന് അത് അത്ര നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല. സത്യത്തിന് വില്ലിന് ആലീസിന് ഭയങ്കര സംശയമാണ്. അതുമല്ല ഇപ്പൊ ഈ ഒരു സമ്മാനം കൊടുത്തതിനെ പറ്റി പറഞ്ഞിട്ട് വില്ല് ഭയങ്കരമായിട്ട് ആലീസിനോട് വഴക്കിടുന്നതും ആലീസ് പതിയെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇപ്പൊ ജോസഫിന്റെ കാമുകി അവളോടൊപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തം വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി അവൻ ഇങ്ങനെ വലിക്കാനായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട വില്ല് അവിടേക്ക് വന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് വെറുതെ വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ അതുകൂടി ആവുന്നത് നമ്മുടെ ആലീസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് വില്ലിനെ നല്ലതുപോലെ വഴക്ക് പറയും. ഇത് കേൾക്കുന്ന വില്ലാണെങ്കിലോ അവന് വെറുതെ ഇരിക്കത്തില്ല. ആലീസിനെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ആലീസ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നതും വില്ലും തന്റെ കാറും എടുത്ത് ജോസഫിനെ കൂട്ടാതെ അവന്റെ കാറും എടുത്ത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു കാർ നല്ല വേഗതയിൽ ഓടിച്ചിട്ട് ആ ഒരു ദേഷ്യം അവനുണ്ട്. അങ്ങനെ ഓടിച്ച് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റോഡിൽ ഈ ഒരു പിശാച് നിൽക്കുന്നതും ഇത് കാണാതെ വില്ല ആ ഒരു പിശാചിനെ കൊണ്ടുവന്ന് കാറിടിച്ച് കാർ ഇപ്പൊ അവിടെ നിന്ന് തെറിച്ചിട്ട് തലകീഴായിട്ട് മറിഞ്ഞ് അടുത്തുള്ള ആ ഒരു കാടിനുള്ളിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ല് പാതിയെ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൻ ഇടിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ അതൊരു പെണ്ണല്ല, അതൊരു പിശാചായിരുന്നു. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ആ ഒരു പിശാച് കയറി. ഇപ്പൊ ആ ഒരു പെണ്ണിന്റെ തല ഈ കാറിന്റെ കണ്ണാടിയുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് കാണുന്ന വില്ല് ഹേയ് അനങ്ങരുത് അനങ്ങരുതെന്ന് ആ ഒരു പെണ്ണോട് പറയുന്നതും ആ പെണ്ണിന്റെ തല അനങ്ങുന്നുണ്ട്. അപ്പോഴേക്കാൻ പറയും ഇല്ലില്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോഴാണ് ആ ഒരു പെണ്ണ് വിൽ വിൽ എന്ന് പറഞ്ഞ് അവന്റെ പേര് വിളിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ആ പെണ്ണിന്റെ തലയുണ്ടല്ലോ ശരീരത്തിൽ നിന്നും പതിയെ ഇളകി ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അവിടെ എടുത്തു വെച്ചേക്കുന്നത്. കാരണം അതുപോലെ ആ ഒരു മാംസമെല്ലാം ഇളകി പോകുന്നതെല്ലാം അതുപോലെ കാണിച്ചിരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ പതിയെ തിരിഞ്ഞ് നമ്മുടെ വില്ലിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ നിന്നെ കണ്ടെത്തി, ഇനി നിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു പറഞ്ഞ് ആ പിശാച് പറയുന്നതും ഇപ്പൊ ആ ഒരു തലയുണ്ടല്ലോ അത് ശരീരത്തിൽ നിന്ന് അറ്റ് താഴേക്ക് വീണിട്ട് അതിപ്പോ കുറച്ച് ദൂരേക്ക് വന്ന് വീഴുന്നത് നമ്മുടെ വില്ല് നോക്കുമ്പോൾ ആ ഒരു തലയുണ്ടല്ലോ വില്ലിനെ നോക്കിയിട്ട് ആ ബുക്കിനുള്ളിലുള്ള കുറച്ച് മന്ത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവനെ നോക്കി ഓരോ മന്ത്രവാക്കുകളായിട്ട് പറയുന്നതും അത് ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങളാണ്. അത് വേറൊരു ഭാഷയിലെ ഓരോന്നായിട്ട് പറയുമ്പോഴും ആ ഒരു കാറിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. തീ പിടിക്കുന്നുണ്ട്, കാറിന്റെ കണ്ണാടി പൊട്ടുന്നുണ്ട്. ഇങ്ങനെ പതിയെ പതിയെ ആ ഒരു കാർ മുഴുവനായിട്ട് തീ പിടിച്ച് അവസാനം അവൻ മരിക്കുന്നതും ആ ഒരു പിശാചിപ്പോ അവനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് ആ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ച് അത് കഴിഞ്ഞ് ഇപ്പൊ 1 വർഷത്തിന് ശേഷം നമ്മുടെ ആലീസ് കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടും വില്ല് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അവന്റെ കുടുംബമായിട്ടൊന്ന് ഒന്നിക്കാനും അവന്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാനും വേണ്ടിയിട്ട് ആലീസ് നേരെ അവരുടെ വീടിനടുത്തേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ വില്ലിന്റെ അമ്മയായിട്ടുള്ള സൂസൻ, അതേപോലെ തന്നെ വില്ലിന്റെ അച്ഛൻ എഡ്ഗർ, പിന്നെ വില്ലിന്റെ സഹോദരൻ ജോസഫ്, അതുമല്ലാതെ വില്ലിന്റെ സഹോദരിയുണ്ട് തീയ, അതും കൂടാതെ ഇവരുടെ വീട്ടിൽ വളർത്തുന്ന മാക്സ് എന്ന് പറഞ്ഞൊരു നായയുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ വില്ലിന്റെ മുത്തശ്ശിയുണ്ട്, അവരുടെ പേര് പോളി എന്നാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഓർമ്മ ഭയങ്കര കുറവാണ്. നമ്മുടെ ആലീസിനെ ഇതിനു മുന്നേ കണ്ടിട്ട് പക്ഷെ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് അവർക്ക് വലിയ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഹാളിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ വില്ലിനെ പറ്റി എല്ലാവരും ഓരോ നല്ല വാക്കുകൾ പറയാണ്, അവന്റെ കുടുംബത്തെ പറ്റിയും. അങ്ങനെ ഒരു ലേഡി
വില്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വില്ലിന്റെ അമ്മയോട് സൂസൻ ഉണ്ടല്ലോ അവരോട് വന്ന് വില്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറയുന്നപ്പോൾ അവർ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവര് വില്ലിനെ പറ്റി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഈ ബിൽഡിങ്ങിന് വെളിയിലായിട്ട് എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഇവർ പറയുന്നതൊന്നും വ്യക്തമായിട്ട് കേൾക്കാതെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആലീസിനോട് വില്യമിനെ പറ്റി കുറച്ച് വാക്കുകൾ പറയാനായിട്ട് പറയുമ്പോൾ ആലീസ് പറയും സോറി ഞാനൊരു സ്പീച്ചിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടല്ല വന്നതെന്ന് പറയുന്നതും എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. ഇപ്പൊ സ്വന്തം ഭർത്താവാണ് എന്നിട്ട് പോലും അവനെ പറ്റി സംസാരിക്കാനായിട്ട് ഒന്നും പഠിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ തന്നെ കണ്ടതാണ് വില്ലും ആലീസും സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വഴക്ക്. അത് കാരണം ആലീസിനെ വില്ലിനോടൊപ്പമുള്ള ആ ഒരു ജീവിതം ഉണ്ടല്ലോ അതൊരിക്കലും നല്ലതല്ലായിരുന്നു. അങ്ങനെ വില്ലിനെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് എല്ലാവരും അവനെപ്പറ്റി നല്ലതുപോലെ വിഷമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അത് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പൊ അത് കത്തിച്ച് കളയാൻ പോവാണ്. അപ്പൊ അത് കത്തിക്കാനുള്ള ആ ഒരു പയ്യൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു ശവപ്പെട്ടി അങ്ങനെ കൊണ്ടുപോയി ഇപ്പൊ ആ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവനാണെങ്കിൽ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് ഹെഡ്സെറ്റിലെല്ലാം എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മ്യൂസിക് എല്ലാം കേട്ടാണ് ഇത് കത്തിക്കാൻ പോകുന്നത്. അങ്ങനെ കത്തിക്കാനായിട്ട് വരുന്നത് പെട്ടെന്ന് ആ റൂമിന്റെ ഡോറിൽ ആ ഒരു തട്ടുന്നൊരു ശബ്ദം. അപ്പൊ ഇവനാണെങ്കിലും അത് കേട്ട് ആ ഒരു തീ ഓഫ് ചെയ്ത് ഇവൻ ആ ഒരു ഡോർ വന്ന് തുറക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമല്ല വില്ലിന്റെ അച്ഛനുണ്ടല്ലോ എഡ്ഗർ, അയാളാണ്. എന്റെ മകനോട് അവസാനമായിട്ട് എനിക്കൊരു യാത്ര പറയണമെന്ന് പറയുമ്പോൾ സോറി സാർ അത് കഴിയത്തില്ല, ഈ ചാര കിട്ടിയതിനു ശേഷം നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും ചെയ്തോന്ന് പറയുന്നതും സാർ എന്റെ മകനാണ് മരിച്ചത് എനിക്കൊന്ന് യാത്ര പറയണമെന്ന് പറയുമ്പോൾ അവൻ പറയും ഓക്കെ വേറെ ആരും കാണണ്ട നിങ്ങൾ അകത്തേക്കായിരുന്നു പറഞ്ഞ് എഡ്ഗറിനെ അകത്താക്കിയിട്ട് അവനാണെങ്കിൽ ഡോർ അടച്ച് വെളിയിലേക്ക് പോകുന്നു. അപ്പൊ എഡ്ഗർ നേരെ ആ ഒരു ശവപ്പെട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് വില്ലിനെ ആലോചിച്ച് കുറച്ചു നേരം നിന്ന് കരയുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ വില്ലി അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആലീസിനോട് കാണിച്ച കാര്യങ്ങള് അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇയാൾ പോലും ചിലപ്പോൾ അവനെ അടിക്കുമെന്ന് തോന്നുന്നു. അതുപോലെയുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞിട്ട് അയാള് ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ആ ശവപ്പെട്ടിയിൽ എന്തോ തട്ടുന്നത് പോലെ അയാൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ശബ്ദം കേട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇപ്പൊ ആ ഒരു ശവപ്പെടിയുടെ അടുത്തേക്ക് ചെവി വെച്ച് കേൾക്കുന്നതും അതിനുള്ളിൽ നിന്ന് വീണ്ടും തട്ടുന്നുണ്ട്. അപ്പൊ അവൻ ജീവനോടെന്ന് പറഞ്ഞിട്ട് വിൽ ഞാൻ ദാ വരുന്നു, അച്ഛൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെയുള്ള ഒരു കമ്പി എടുത്ത് ഇങ്ങനെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ശവപ്പെട്ടി അത് കുത്തി പൊളിക്കുകയാണ്. ഇപ്പോൾ വില്ലിന്റെ ശരീരം പുറത്തെടുക്കാൻ പോകുന്നു. മരിച്ച 1 വർഷം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ശവപ്പെട്ടി അത് കുത്തി പൊട്ടിച്ചിട്ട് ഇപ്പൊ അതിനുള്ളിലേക്ക് കൈ ഇടുന്നതും പെട്ടെന്ന് ഇതുപോലെ ഒരു കൈ വന്ന് അയാളുടെ കയ്യിലേക്ക് പിടിക്കുന്നത് പേടിച്ച് താഴേക്കൊന്ന് വീഴും. ഇപ്പൊ കാണിക്കുമ്പോൾ വേറെ ഒന്നല്ല ആ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും അത് വില്ലിന്റെ ശരീരത്തിൽ കയറിയ ആ ഒരു പിശാചി അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അതുപോലെ ഈ റൂമിനകത്തുള്ള മറ്റൊരു പയ്യനുണ്ടല്ലോ അവനിപ്പോ അകത്തേക്ക് വന്ന് ഈ ഒരു കാര്യം കൊണ്ട് പേടിക്കുന്നതും ആ ഒരു പിശാചി നേരി ചെല്ലുന്നത് അവന്റെ അടുത്തേക്ക് എന്നിട്ട് അവനെ അവിടെ വെച്ച് കൊടൂരമായിട്ട് കൊന്ന് അതും അവന്റെ ശരീരമെല്ലാം വലിച്ചു കീറി അവനെ കൊന്നിട്ട് ഇപ്പൊ നേരെ വരുന്നതോ എഡ്ഗറിന്റെ അടുത്തേക്ക്. പിന്നീട് എന്താണ് ആ ഒരു പിശാചി കയറിയത് എഡ്ഗറിന്റെ ശരീരത്തിലായിരുന്നു. ഇപ്പൊ ആ ഒരു പിശാചി കയറിയതിന് ശേഷം അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ ജോസഫ് പിന്നെ തീയ ഇവരെല്ലാവരും ഇപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ആലീസും വില്ലും അവര് വിവാഹം കഴിഞ്ഞ് താമസിച്ച ആ ഒരു വീട്ടിലേക്കാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു വീട്ടിലെത്തിയിട്ട് ഇപ്പോ ആ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആലീസിന് ഒട്ടും സന്തോഷമില്ല. കാരണം അവൾ അനുഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ജോസഫ് അവന്റെ അച്ഛനും അമ്മയെ അന്വേഷിച്ച് മുകളിലേക്ക് നടന്നു വരികയാണ്. ഇവര് രണ്ടുപേരും എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സൂസൻ ഉണ്ടല്ലോ വില്ലിന്റെ അമ്മ അവരിപ്പോ നേരെ മുകളിലത്തെ റൂമിലേക്ക് വന്നിട്ട് അവിടെ നമ്മുടെ ആലീസിന് വേണ്ടിയിട്ട് ബെഡെല്ലാം റെഡിയാക്കുന്നു. അപ്പോൾ ജോസഫ് വന്നിട്ട് പറയും അമ്മ ഇത് വില്ലിന്റെ ഭാര്യയാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരതിൽ നിന്നും മാറിയിട്ട് അല്ല ഈ സാധനങ്ങളൊക്കെ എന്തിനാ ഈ മുറിയിൽ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ച് അവിടെ ഈ പിശാചികളെ പറ്റിയും അതേപോലെ തന്നെ പഴയ ചരിത്രങ്ങളെ പറ്റിയുള്ള കുറെ ബുക്കും പേപ്പറുകളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. സ്റ്റാർട്ടിങ്ങില് ഒരു പ്രൊഫസർ ഈ ഒരു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് നമ്മൾ കേട്ടിരുന്നു. അതേപോലെ തന്നെ അവിടെ നിന്നും ഒരു പഴയ ബുക്ക് എടുത്ത് ഒരുത്തൻ ആ ബുക്കിലെ കാര്യങ്ങൾ വായിക്കുകയും ചെയ്യുമല്ലോ. സത്യത്തിൽ ആ ഒരു ബുക്ക് വായിച്ചത് വേറെ ആരുമല്ല, അത് ജോസഫായിരുന്നു. അവനൊരു എഴുത്തുകാരനായതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്കും കാര്യങ്ങളെല്ലാം അവൻ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി എന്തോ കാര്യങ്ങൾ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഇത് കാരണം നമ്മുടെ സൂസനാണെങ്കിലോ ഈ ബുക്കൊന്നും ഇനി ഇവിടെ വേണ്ട, നിന്റെ മുത്തച്ഛനും ഭ്രാന്താണ്, നീ ഒപ്പം അതിലേക്ക് പോവാണെന്നെല്ലാം ചോദിച്ച് ആ ബുക്കെല്ലാം വാരിക്കൊണ്ട് കളയാൻ പോകുന്നു. അങ്ങനെ ഇതേ സമയം താഴെ കാണിക്കുമ്പോഴത്തേക്കും ആ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് ശബ്ദം ഉണ്ടാക്കാണ്. ഇവർ വന്ന് നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയും വന്നിട്ട് ആ ഒരു മുത്തശ്ശിയെ പിടിച്ചതുകൊണ്ട് അവർ വേറെ ആരാണെന്ന് വിചാരിച്ച് ഹീറോയിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. അപ്പോൾ സൂസൻ അവിടേക്ക് വന്നിട്ട് അമ്മ അടക്കിയിരിക്കുമെന്നും പറഞ്ഞ് അവരിരിക്കുന്ന ആ ഒരു വീൽ ചെയർ ഉണ്ടല്ലോ അത് താഴേക്ക് പോകാനായിട്ട് ആ ഒരു സ്റ്റെപ്പിൽ ഒരു ചെറിയ മെഷീൻ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെയാണ് ഈ ഒരു മുത്തശ്ശിയെ താഴേക്ക് കൊണ്ടുപോകുന്നതും മുകളിലേക്ക് കൊണ്ടുവരുന്നതും. ഇപ്പൊ അതുപോലെ ആ ഒരു മുത്തശ്ശിയെ താഴേക്ക് ആ ഒരു വീൽ ചെയറിലെത്തി താഴേക്ക് ഇങ്ങനെ പറഞ്ഞുവിടാണ്. ഇപ്പൊ നമ്മുടെ ജോസഫ് ആണെങ്കിലോ ആ പഴയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊണ്ടുവന്ന് കളയാനായിട്ട് ആ ഒരു കവറും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും വെളിയിലുള്ള ആ ഒരു ഷെഡിനകത്ത് എഡ്ഗർ വല്ലാതെ ചുമക്കുന്നുണ്ട്. അതേപോലെ എന്തോ ഒരു പണിയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജോസഫ് അവിടേക്ക് വന്നിട്ട് അച്ഛാ വയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി എടുക്കേണ്ട ആവശ്യമില്ല, അച്ഛനിപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറയുന്നതും എഡ്ഗർ പറയും
ഞാനില്ലാതിരുന്നപ്പോ വില്ലാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ അതൊന്നും ഉപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല എന്നും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് ഈ ഒരു വീടിനകത്ത് വന്നിട്ട് നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ വന്നിട്ട് അയാൾ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇയാളെ ഇത്രയും നേരമായിട്ട് ആ ഒരു പിശാച് എഡ്ഗറിന്റെ ദേഹത്ത് കയറിയതിന് ശേഷമാണ് അവൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ എഡ്ഗറിന്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് ആ ഒരു പിശാചുകൾക്ക് കയറാൻ വേണ്ടി അവനോട് അനുവാദം ചോദിക്കാണ്. ഞങ്ങളെ ഉള്ളിലേക്ക് വിട്, വെറുതെ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യരുത്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവനെ കൊണ്ട് എന്താ ചെയ്യിക്കുന്നതെന്നറിയോ? ആ കത്തി വെച്ച് അവന്റെ കൈ ഇങ്ങനെ കീറാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അവൻ അതുപോലെ ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പൊ എഡ്ഗർ അവന്റെ കൈ ഉണ്ടല്ലോ അത് കൊത്തി മുറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കണ്ട നമ്മുടെ ആലീസ് ഓടി വന്നിട്ട് അവന്റെ കയ്യിലേക്ക് കയറി പിടിച്ച് ഇപ്പൊ അവനെ തടയുമ്പോഴത്തേക്കാണ് അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് അവൻ പറയും എന്റെ ഭാര്യയോട് ഈ കാര്യം പറയരുതെന്ന് പറയുമ്പോൾ ആലീസ് പറയുമില്ല, പക്ഷേ ഈ ഒരു കത്തി ഞാൻ തന്നെ വെച്ചേക്കാന്ന് പറഞ്ഞ് അവൾ ആ ഒരു കത്തി വാങ്ങി വെച്ചേക്കുന്നു. ഇതേ സമയം മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും സൂസൻ ഉണ്ടല്ലോ അവരിപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ആലീസ് അവിടെ കയറി വന്നിട്ട് അവളുടെ കൈ കഴുകുന്നു. എന്താണെന്ന് വെച്ചാൽ എഡ്ഗറുമായിട്ട് ആ ഒരു പിടിയും വലിയ ആയപ്പോഴത്തേക്ക് അവളുടെ കൈ മുറിഞ്ഞിരുന്നു. കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും താഴെ വീണതാണെന്ന്. അപ്പോൾ സൂസൻ ഓക്കെ നീ ഇതൊന്ന് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ മെഴുകുതിരി ഉണ്ടല്ലോ അത് അവരായിട്ട് തന്നെ നിർമ്മിച്ച കുറച്ച് മെഴുകുതിരികളുണ്ട്, അത് നമ്മുടെ ആലീസിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പൊ അവരുടെ കുടുംബത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. കാരണം സൂസൻ അവളുടെ കുടുംബം കഴിഞ്ഞേ ബാക്കി എന്തോ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കഴിക്കാനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആലീസ് വില്ല് ഇവർ തമ്മിലുള്ള ആ ഒരു വിവാഹം ഉണ്ടല്ലോ അതിന്റെ വീഡിയോ എല്ലാം ഇവർ പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. ഇതിൽ എഡ്ഗറിനാണ് തന്റെ മകനെ ഓർത്തിട്ട് അത്രയും വിഷമം. അപ്പൊ ഇത് കുടുംബമായിട്ട് എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആലീസിന് മാത്രം അതിൽ വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ എഡ്ഗർ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങുന്നു. അവൻ ചുമയ്ക്കുമ്പോഴത്തേക്കും സൂസൻ എഡ്ഗർ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ജോസഫ് അവിടെയുള്ള ചെയറിലേക്ക് വന്നിരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് എഡ്ഗർ പറയുന്നത് അവിടെ ഇരിക്കരുത്, അത് വില്ലിന്റെ സീറ്റാണ്. അപ്പൊ ആ ഒരു മുത്തശ്ശി അതെ എന്റെ കൊച്ചുമകന്റെ സീറ്റാണത് എന്ന് പറഞ്ഞിട്ട് ജോസഫ് ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് വന്നിരിക്കും. അതുപോലെ എഡ്ഗറിന്റെ പെരുമാറ്റത്തിൽ ആ ഒരു നായ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അത് കുറെ നേരമായിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നതും അവനാണെങ്കിൽ ആ ഒരു നായയെ തള്ളിക്കളയാണ്. തള്ളി മാറ്റുന്നത് അത് പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ എഡ്ഗർ ആണെങ്കിലും അവിടെ ഇരിക്കുന്ന കത്തി കൈ കൊണ്ട് എടുക്കാനായിട്ട് വരുന്നതും സൂസൻ പെട്ടെന്ന് എഡ്ഗർ ആ ഒരു വൈൻ ഓപ്പണർ ഇങ്ങ് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് പോളി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവള് പെട്ടെന്ന് അങ്ങ് എടുക്കും. അപ്പോഴേക്കും നമ്മുടെ ആലീസ് എഡ്ഗറിന്റെ അടുത്തിരിക്കുന്ന ആ ഒരു കത്തി എടുത്ത് അങ്ങ് കയ്യിലേക്ക് വയ്ക്കും, അത് മാറ്റി വയ്ക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആലീസിനും വില്ലും ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും ഒരു റെസ്റ്റോറന്റ് വെച്ച് നടത്തിയിരുന്നു. അപ്പൊ ആ ഒരു റെസ്റ്റോറന്റിന്റെ കാര്യം ഇനി ആരാണ് നോക്കുന്നത് എന്നുള്ള സംസാരിക്കുമ്പോൾ ആലീസ് പറയും ഞാൻ എന്തായാലും ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല, കുറച്ചുനാൾ എന്റെ അച്ഛനോടൊപ്പം പോയി നിന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് സൂസൻ പറയും ഇല്ല നീ വില്ലിന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ആ ഒരു റെസ്റ്റോറന്റ് നടത്തേണ്ടത് അത് നീയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു റെസ്റ്റോറന്റിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും പണം കൊടുക്കണം, ആലീസ് നീ അത് ചെയ്യണമെന്നെല്ലാം പറയുമ്പോൾ എഡ്ഗറിന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് അവന്റെ മുഖമെല്ലാം ചേഞ്ച് ആവുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവന്റെ ഉള്ളിൽ ആ ഒരു പിശാച് ഇപ്പോൾ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എഡ്ഗർ പറയുന്നത് നമ്മൾ കുടുംബമായിട്ട് ഈ ഒരു കാര്യം തീരുമാനിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു വൈനിന്റെ ഓപ്പണർ ഉണ്ടല്ലോ അത് പതിയെ കയ്യിലേക്ക് അങ്ങ് എടുക്കും. ഇപ്പൊ ഇങ്ങനെയല്ല ഇവർ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആലീസ് ഉണ്ടല്ലോ അവൾക്കാണെങ്കിൽ വില്ലുമായിട്ട് ജീവിച്ച ആ ഒരു ജീവിതം അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ചിട്ട്, കാരണം ഇവർ രണ്ടുപേരും എപ്പോഴും വഴക്ക്, അവനാണെങ്കിലും സംശയം, ഈ രീതിയിലാണ് ഇവരുടെ ജീവിതം തന്നെ ജീവിച്ചത്. അതെല്ലാം ആലോചിച്ച് അവളാകെ ടെൻഷൻ ആവുന്നു. അപ്പൊ നമ്മുടെ സൂസൻ ഇത് കണ്ട് ആലീസ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, ആലീസിനോടൊപ്പം ജീവിച്ച ആ ഒരു ജീവിതം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ സൂസൻ പറയും വില്ല് എന്റെ മകനാണ്, അവൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയാന്ന് പറയുന്നതും നമ്മുടെ ജോസഫ് ഇടയിൽ കയറിയിട്ട് അമ്മ ആലീസ് ഇത് ഇപ്പോൾ ഈ കാര്യം സംസാരിക്കാനുള്ള സമയമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും പറയാന്ന് പറയുമ്പോൾ എഡ്ഗർ പറയും ഇല്ല ഇത് തന്നെയാണ് അതിനുള്ള സമയമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ആലീസിനോട് അവളുടെ വിവാഹ മോതിരം എവിടെയാന്ന് ചോദിക്കും. അവൾ ഇട്ടോണ്ട് വന്നില്ല. അപ്പോൾ പറയും എന്താ നീ അത് നല്ല പൈസയ്ക്ക് വിറ്റോ, അതുമല്ല ആ ഒരു മരണാനന്തര ചടങ്ങിന് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എഡ്ഗർ ഭയങ്കരമായിട്ട് നമ്മുടെ ആലീസിനെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പൊ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതും ആ ഒരു നായ വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പൊ എഡ്ഗറിന് സൂസൻ ആ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാണ്. അത് വാരി കഴിച്ചിട്ട് ഭയങ്കര വിയേഡായിട്ട് അതൊരു വല്ലാത്ത രീതിയിലാണ് അവൻ കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര അറപ്പ് തോന്നും. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ജോസഫിനെ നോക്കിയിട്ട് വില്ല് മരിക്കാനുള്ള കാരണം നീയാണ്, അവൻ ആ ഒരു കാറിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നീ ഒരിക്കലും അവനെ തടഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോസഫിനെ കുറ്റപ്പെടുത്തുന്നത് ജോസഫ് പറയും ഇല്ല ആലീസ് അവനെ തടഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആലീസ് അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താണെന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും മാറി മാറി വഴക്കിടുന്നതും എഡ്ഗർ എന്താ ചെയ്യുന്നറിയോ, അവന്റെ കയ്യിൽ ആ ഒരു ഫോർക്ക് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് അടുത്തിരിക്കുന്ന ആ ഒരു നായയുടെ കണ്ണിലേക്ക് ഒരുപാട് കുത്ത്. അയ്യോ പാവം, ആ നായനെ അങ്ങനെ കുത്തി അവിടെ വെച്ച് അതിനെ കൊല്ലുന്നു. ഇപ്പൊ ജോസഫ് ഇത് കണ്ടിട്ട് ഓടി വന്ന് എഡ്ഗറിന് ഒരു ഒറ്റ ഇടി അവൻ തെറിച്ച് താഴേക്കൊന്ന് വീഴുന്നതും ഇപ്പൊ എഡ്ഗർ ഇവരെ നോക്കിയിട്ട് പറയുന്നുണ്ട് പ്ലീസ് സഹായിക്കാൻ പറഞ്ഞിട്ട് അവൻ കിടന്ന് വിറയ്ക്കുന്നതും ഇവര് വിചാരിക്കും അവൻ എന്തോ ഒരു പ്രശ്നമായിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് നമ്മുടെ ജോസഫും തീയയും ഇവർ രണ്ടുപേരും അവരുടെ കാറിലേക്ക് എഡ്ഗറിനെ എടുത്തിട്ടിട്ട് ഇപ്പൊ കാർ ഓടിച്ച് നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല വീണ വീഴ്ചയിലാണെങ്കിൽ
എഡ്ഗറിന് മുറിവെല്ലാം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തീയ പതിയ ഒരു കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്കുമ്പോഴാണ് ജോസഫിനെ പൂർണ്ണമായിട്ടും ആ ഒരു പിശാച് കൺട്രോളിലെടുത്തു. അവൻ അങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ജോസഫ് അവനെ നോക്കുമ്പോഴത്തേക്കും ജോസഫിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കത്രി അങ്ങനെ പിടിച്ചു വാങ്ങി. പിന്നീട് കാണിക്കുമ്പോൾ ഈ ഒരു കാറിന്റെ നിയന്ത്രണം വിട്ടിട്ട് അതങ്ങനെ ഓടി വന്ന ഒരു പാറയിലേക്ക് ഇടിച്ചങ്ങ് നിൽക്കാണ്. ഇപ്പൊ കാറിനകത്ത് എഡ്ഗർ ജോസഫിനെ അല്ല കൊല്ലുന്നത്, പകരം അവന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ തീയ, അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കത്രി എടുത്ത് അവളുടെ മുഖത്തേക്ക് 2-3 ഇടി. ഇപ്പൊ ജോസഫ് പുറകിലിരുന്നിട്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് എടുത്ത് എഡ്ഗറിന്റെ കഴുത്തിലേക്ക് ഇട്ട് അവരെ വലിച്ച് പുറകിലേക്ക് പിടിയാണ്. അപ്പോൾ എഡ്ഗർ മുന്നിലേക്ക് ചവിട്ടിയിട്ട് ആ സീറ്റ് മൊത്തമായിട്ടും ചരിച്ച് ജോസഫിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ തീയ അവൾ ആ ഒരു കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതും എഡ്ഗർ ആ ഒരു ഡോർ പിടിച്ചൊരു ഒറ്റ വലി. ഇതുപോലൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ വലിച്ചകത്തേക്ക് ഇട്ടിട്ട് ഇപ്പൊ അവളുടെ കഴുത്തിലേക്ക് ആ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് അവളുടെ കഴുത്ത് മുറുക്കി കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോസഫ് ആ കാറിലൊരു തോക്കുണ്ട്. ആ തോക്കെടുത്ത് എഡ്ഗറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അവൾ പറയുന്നുണ്ട് ജോസഫ് ഷൂട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇവൻ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എഡ്ഗറും പറയും അതെ ജോസഫ് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ അവൻ തല വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ജോസഫ് ഈ ഒരു മണ്ടനുണ്ടല്ലോ അവനൊന്നും ചെയ്യുന്നില്ല. അവന്റെ ഗേൾഫ്രണ്ടാണ് അവിടെ കിടക്കുന്നത്, അതുപോലെ അവൻ നോക്കുന്നില്ല. അവസാനം തീയ തന്നെ താഴെ നിന്നും ഒരു സിലിണ്ടർ എടുത്തിട്ട് എഡ്ഗറിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അപ്പൊ ആ ഒരു സിലിണ്ടർ പൊട്ടിയിട്ട് അത് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടല്ലോ അതിന്റെയാണ്. ആ ഒരു പുകയിലെ ഈ ഒരു കാറിനകത്ത് നിറഞ്ഞ് ഇപ്പൊ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ കുറെ നേരം ആ ഒരു കാർ അങ്ങനെ തന്നെ കിടക്കാണ്. അതിനകത്ത് എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം തെളിഞ്ഞു വരുമ്പോഴത്തേക്കും തീ ആ ഒരു കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം എഡ്ഗർ ഈ ഒരു കാറിന്റെ സീറ്റിന് മുകളിൽ തല ചാരി വയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വലിച്ചൂരി അതിന്റെ കമ്പിയുണ്ട് അത് വെച്ച് നമ്മുടെ തീയനെ 2-3 കുത്ത്. ഇതേ സമയം ജോസഫ് ആണെങ്കിലോ ഇതൊന്നും തടയല്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു കാറിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ തീയെ അതിനകത്ത് വെച്ച് തന്നെ എഡ്ഗർ കുത്തി കൊല്ലുകയാണ്. അങ്ങനെ ജോസഫ് ആ ഒരു കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും എഡ്ഗർ അല്ല ആ ഒരു പിശാചി അത് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അടുത്ത എന്താണ് ഇനി ഒരു വീട്ടിലേക്ക് വരാൻ പോവാണ്. ഇതേ സമയം വീട്ടിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ആലീസും സൂസനും ആ ഒരു നായനെ അവിടെ കുഴിച്ചിടുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും വീടിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആലീസ് മാത്രം വീട്ടിൽ വരാതെ അടുത്തുള്ള ആ ഒരു ഷെഡിനടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോഴാണ് അവിടെ ഒരു കവർ തട്ടി താഴേക്ക് വീണുണ്ട്. അതിനകത്തുള്ള ആ ഒരു ബുക്ക് ഉണ്ടല്ലോ ആ ഒരു മരണ ബുക്ക് അത് താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ആ ഒരു കവറിലേക്ക് വെക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബുക്ക് നമ്മുടെ ആലീസ് തുറന്ന് നോക്കുന്നത്. അതിന്റെ ഓരോ പേജും എടുത്തേക്കും നോക്കുമ്പോഴത്തേക്കും അതിൽ എഴുതിയിട്ടുണ്ട് മരണ ബുക്ക്. ഇതിലുള്ള 4 വാക്കുകൾ ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ പിശാചുകളെ അത് വെളിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ജോസഫിന്റെ മുത്തശ്ശൻ അയാൾ ആ ഒരു ബുക്കിനെ പറ്റിയും ഈ പിശാചുകളെ പറ്റിയെല്ലാം കണ്ടുപിടിച്ച് എഴുതിയ കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിലുള്ളത്. അപ്പോൾ 1989 അന്നാണ് ആദ്യമായിട്ട് ഈ ഒരു ബുക്ക് അയാൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഈ ഒരു പിശാചുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ നശിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അതിനുവേണ്ടി ഞാനൊരു ആയുധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കത്തി ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു പിശാചിനെ ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഞാനത് ഒളിപ്പിച്ചു വെച്ചേക്കാണ്. എനിക്കത് ആവശ്യമുണ്ട്. എൻ്റെ കുടുംബത്തെ അത് വേട്ടയാടുന്നു. എൻ്റെ കുട്ടികളെയും പെൺമക്കളെയും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. അത് ഞാൻ ഒന്നുകൂടി പുറത്തേക്ക് എടുക്കുകയാണെന്നെല്ലാം ആ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ ആലീസിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഒരു ബുക്കിൽ എഴുതിയ കാര്യങ്ങളെല്ലാം വിശ്വസിക്കണോ വേണ്ടിയെന്ന് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് താഴെ കുറച്ച് പേപ്പറുകൾ കിടക്കുന്നു. അതെടുത്തിട്ട് ആലീസ് ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിലാണ് ആ ഒരു മന്ത്രവാക്കുകളുണ്ടല്ലോ ഈ പിശാചുകളെ വിളിച്ചു വരുത്താനുള്ള അത് എഴുതിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ പേപ്പറിൽ കൊന്ത ആ ഒരു വാക്ക് വായിക്കുന്നതും ഈ ഒരു പിശാചി വീണ്ടും ഇവരുടെ വീടിനടുത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പേപ്പറിൽ ആസ്ത്ര, അത് കഴിഞ്ഞിട്ട് അടുത്ത പേപ്പറിൽ മൊൻദോസെ, ഇതുകൂടി വായിക്കുന്നതും ആ ഒരു പിശാചി ഏകദേശം അടുത്തെത്താറായി. അത് കഴിഞ്ഞ് അവസാന പേപ്പറിൽ വേറെ എന്തൊരു പേരുണ്ട് അതുകൂടി വായിക്കണം. പക്ഷെ അത് നമ്മുടെ ആലീസ് വായിക്കത്തില്ല. ഇതെന്ത് കോപ്പാണെന്ന് പറഞ്ഞിട്ട് അവൾ അത് കളയാനായിട്ട് വരുന്നതും പെട്ടെന്ന് വെളിയിൽ നിന്നൊരു നായ ചാടി ഈ മുറിക്കകത്തേക്ക് വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആലീസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ പിശാചി ഈ ഒരു നായയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വേറെ വഴിയില്ലാതെ ആലീസ് അടുത്തിരിക്കുന്ന വലിയൊരു കത്തിയുണ്ട് അതെടുത്ത് ഈ ഒരു നായനൊരു ഒറ്റക്കുത്ത്. ഇതേ സമയം മുകളിൽ കിച്ചണിൽ കാണിക്കുമ്പോൾ നമ്മുടെ സൂസൻ അവരാണെങ്കിൽ ഈ ഒരു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കത്തി പിന്നെ ആ ഒരു കമ്പി ഫോർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്തിങ്ങനെ താഴേക്ക് വെക്കും. എന്നിട്ട് അതും അടച്ചു വെച്ച് ഇപ്പോൾ വെളിയിൽ എന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആലീസ് പേടിച്ച് ആ ഒരു ഡോറും തുറന്നു വന്ന് നിൽക്കാണ്. അപ്പൊ സൂസൻ ചോദിക്കും ആലീസ് നിനക്ക് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് മിണ്ടുന്നില്ല. പേടിച്ചങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ജോസഫ് ഉണ്ടല്ലോ അവന് ഓടി ഒരു വീടിനകത്തേക്ക് വരും. എന്നിട്ട് അവന് പേടിച്ച് നിൽക്കുന്നു. അപ്പോൾ സൂസൻ വന്നിട്ട് ജോസഫ് അച്ഛനെവിടെ, അവര് രണ്ടുപേരും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അച്ഛൻ തീയെ കൊന്നു എന്ന് പറയും. എന്ത് തീയെ കൊന്നു എന്ന് ചോദിക്കുന്നത് പെട്ടെന്ന് ഡോറിൽ ആരോ തട്ടുന്നൊരു ശബ്ദം. ഇപ്പൊ ആരാണ്? തീയുണ്ടല്ലോ അവളാണ്. ജോസഫ് ഇത് ഞാനാണ് ഡോർ തുറക്കാൻ പറയുന്നത്. നമ്മുടെ ആലീസ് വന്നിട്ട് ആ ഒരു ഡോർ തുറക്കുമ്പോ ആഹാ ഒരു കാര്യം കാണുന്നുണ്ട്. എന്നിട്ട് ഒരു പേടിച്ച് മാറി നിൽക്കുമ്പോൾ അകത്തേക്ക് കയറി വരുന്നത് തീയ തന്നെയാണ്. അതും ഒരു വല്ലാത്ത രീതിയിൽ അങ്ങനെ നടന്ന് അകത്തേക്ക് കയറിയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ അവളുടെ വായില് ആ സീറ്റ് ഉണ്ടല്ലോ അതിന്റെ കമ്പി കുത്തിയിറക്കി വെച്ചേക്കുന്നു.
ഇപ്പൊ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് അത് പതിയെ വായിൽ നിന്ന് വലിച്ചൂരി അതിപ്പോ താഴേക്കിട്ട് ഇവരെ മൂന്നുപേരെ നോക്കും. അവര് മൂന്നുപേര് പേടിച്ച് മാറി നിൽക്കാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? പതിയെ നടന്ന് നമ്മുടെ സൂസൻ ഉണ്ടാക്കിയ ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് അത് കത്തിയിരിക്കാണ്. ആ ഒരു മെഴുകെല്ലാം ഉരുക്കി അതും ആ ഒരു മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് ആ ഒരു മെഴുകുതിരി അങ്ങനെ എടുത്തിട്ട് ആ ഗ്ലാസ്സിലുള്ള ഉരുകിയ മെഴുകുണ്ടല്ലോ അതെടുത്ത് വായിലേക്ക് ഒഴിക്കുന്നു. വായെല്ലാം ഭയങ്കരമായിട്ട് പൊള്ളും. പക്ഷെ അവളുടെ ഉള്ളിൽ പിശാച് കയറിയത് കൊണ്ട് അവൾക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് എന്താണ് ഓടി വന്നിട്ട് നമ്മുടെ സൂസനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ആലീസും ജോസഫും ഇവര് രണ്ടുപേരും തീയെ പിടിച്ച് വലിച്ചെടുത്ത് അടുത്തുള്ള റൂമിനകത്തേക്ക് കൊണ്ടുപോവാണ്. കാരണം വേറെ ഒന്നല്ല, അവിടെ ബേസ്മെന്റ് ഉണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് തീയനെ തള്ളി അങ്ങ് വിടും. അവളാണെങ്കിൽ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണിട്ട് ശരീരം ഒടിഞ്ഞ് ഇതുപോലെ മടങ്ങി വന്ന് വീഴുന്നതും ഇപ്പൊ അവൾ എഴുന്നേറ്റിട്ട് ജോസഫ് എനിക്ക് വേദനിക്കുന്നതിനെ രക്ഷിക്കാൻ പറയുമ്പോൾ വേറൊന്നല്ല, ആ ഒരു പിശാചി പെട്ടെന്ന് അവനെ വശീകരിക്കാൻ വേണ്ടി ശബ്ദം മാറ്റി സംസാരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ആലീസിന് മനസ്സിലായതുകൊണ്ട് അവൾ പെട്ടെന്ന് അവനെ പിടിച്ച് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇവരെല്ലാവരും രക്ഷപ്പെട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഡോറും തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നു എഡ്ഗർ. അവന്റെ ഉള്ളിൽ ആ ഒരു പിശാച് കയറിയിട്ട് അതുപോലെ ആ ഒരു നായ ഉണ്ടല്ലോ അതും, കാരണം അതിനുള്ളിലും പിശാച് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് എഡ്ഗർ ആ ഒരു തോക്കെടുത്ത് നമ്മുടെ ജോസഫിന്റെ നേരെ ചൂണ്ടിയിട്ട് സത്യത്തിൽ നീ മരിച്ചിരിക്കണം, പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് എഡ്ഗറിന്റെ വായിലേക്ക് വെക്കും. എന്നിട്ട് തല പൊട്ടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യും. ഇവരെല്ലാവരും ഒരു നിമിഷം അങ്ങ് പേടിച്ചു പോകും. എല്ലാവരും കണ്ണടച്ചിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എഡ്ഗർ മരിച്ച് താഴെ വീഴുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു തോക്ക് അങ്ങനെ എടുത്ത് വീണ്ടും തലയിലേക്ക് വെച്ച് മറ്റൊരു വശത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. അപ്പോഴും തല ഇതുപോലെ പൊട്ടി ചിതറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് കഴുത്തിലേക്ക് തോക്ക് വെച്ചിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യും. അപ്പോഴും അതുപോലെ തന്നെയാണ്, തല പൊട്ടിത്തെറിച്ച് ആ ഒരു പിശാചി ഉള്ളിലുള്ളത് കൊണ്ട് എഡ്ഗർ ഒരിക്കലും മരിക്കത്തില്ല. അവന്റെ ശരീരം വെച്ചിട്ട് ഇവരെ എല്ലാവരും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പിശാചി ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇതുകൂടി ആവുന്നതും ഇവര് മൂന്നുപേരും അകത്തേക്ക് വന്നിട്ട് ഇപ്പൊ ആരും ഈ വീടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ആ ജനാലയും അതേപോലെ തന്നെ ഡോറ് ഇവിടെ എല്ലാം വലിയ അലമാരയും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു. ജനാലെല്ലാം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് തടിയെല്ലാം വെച്ച് അടിക്കുന്നു. ആ ബേസ്മെന്റിലുള്ള പിശാചാണെങ്കിലോ അതിന്റെ ശരീരം ഭയങ്കര ചൂടായതുകൊണ്ട് ഈ വീട് കത്തിക്കാനുള്ള രീതിയിൽ ഭയങ്കരമായിട്ടും ഈ വീട്ടിൽ ചൂട് കൂട്ടുന്നുണ്ട്. ഇപ്പൊ ആലീസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എഡ്ഗർ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കാണ്. അവൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇവർ പറയും ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് മൂന്നുപേരും ആ മുത്തശ്ശീനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് അവർ മൂന്നുപേരും മറ്റൊരു മുറിയിലേക്ക് പോകുന്നതും ഇപ്പൊ ആ ഒരു മുത്തശ്ശി അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. പെട്ടെന്നാണ് ആ ബേസ്മെന്റിന്റെ ഡോറിൽ എന്തോ ഇടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ആ ഒരു മുത്തശ്ശി കുട്ടികളെ നിങ്ങൾ എവിടെയാ പോയതെന്ന് ചോദിച്ചിട്ട് വീൽ ചെയറും തള്ളി പതിയെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് വരുന്നതും താഴെയുള്ള ആ ഒരു പിശാചി ഒരു ഡോറ് വലിയൊരു കോടാലി വെച്ചിട്ട് വെട്ടി പൊളിക്കുമായിരുന്നു. അങ്ങനെ ഈ പിശാചി ഡോറ് വെട്ടി പൊളിച്ചിട്ട് ഇപ്പോ ആ ഡോറിന്റെ ഗ്യാപ്പ് വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ ഡോർ ഇപ്പോഴും കുറ്റിയിട്ടേക്കാണ്. ഈ മുത്തശ്ശി വെളിയിലുണ്ട്. പക്ഷെ ആ ഒരു മുത്തശ്ശിക്ക് അറിയത്തില്ല ഇത് പ്രേതമാണെന്നോ അല്ലെങ്കിൽ ഇവരെ കൊല്ലാൻ പോവാണെന്നൊന്നും. മുത്തശ്ശി വിചാരിക്കും ഇതുപോലെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. അല്ല നീ പണം തിരിച്ചു വാങ്ങിക്കാനായിട്ട് വന്നതാണെന്ന് ചോദിക്കുമ്പോൾ ആ പിശാചു പറയും അതെ അങ്ങനെ തന്നെയാണെന്ന് പറയുന്നതും ഈ മുത്തശ്ശി ഡോറങ്ങ് തുറന്നു വയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു മുത്തശ്ശിയുടെ അടുത്ത് ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ മുത്തശ്ശി താഴെ കിടക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പിശാചാണെങ്കിലോ ഇപ്പൊ മെയ് ഹാളിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഫോട്ടോയിലും ബാക്കി കാര്യങ്ങളിലെല്ലാം പെട്രോളെല്ലാം ഒഴിക്കുകയാണ്. കാരണം ഈ ഒരു വീട് മുഴുവനായിട്ട് കത്തിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ആലീസും ജോസഫും പേടിച്ച് അവിടെ തന്നെ നിന്ന് നോക്കാണ്. എന്നിട്ടാണ് രണ്ടുപേരും തിരിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആരാ പോയിട്ടെന്ന് ചോദിക്കുമ്പോൾ ആലീസ് പറയും നീ പോവാനായിട്ട്. അപ്പോൾ ജോസഫ് ഈ മുത്തശ്ശിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറയും. എന്നിട്ട് എന്താണ് പതിയെ ആ ഒരു മുറിയിലേക്ക് നടന്ന് അവിടെയുള്ള ഒരു വിളക്കുണ്ട് അതിന്റെ ആ ഒരു കമ്പ് വലിച്ചെടുക്കുന്നതും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പിശാചിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ ജോസഫ് ചുറ്റിനും നോക്കുന്നതും നമ്മുടെ ആലീസും വന്നിട്ട് ആ പിശാചിനെ നോക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയാണെന്ന് അറിയുന്നില്ല. പെട്ടെന്നാണ് ആലീസിന്റെ മുഖത്തേക്ക് രക്തം വന്ന് വീഴുന്നു. അവള് പതിയെ മുകളിലേക്ക് നോക്കുന്നതും ആഹാ ആ പിശാച് ഇപ്പൊ മുകളിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ആലീസിന്റെ മുകളിലേക്ക് ചാടി വീണ് അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൂസൻ ഓടി വന്നിട്ട് ജോസഫിനെ വിളിച്ചു. ജോസഫ് അപ്പൊ മുകളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ജോസഫിനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു പിശാചി എഴുന്നേറ്റ് ഇവരെ രണ്ടുപേരും നോക്കി. സൂസൻ അവൻ എങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകരുത്, കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം അവന്റെ കയ്യിലുണ്ടെന്ന് പറയും. എന്നിട്ട് ഓടി വന്ന് ഇവരെ രണ്ടുപേരും പിടിച്ച് ദൂരേക്ക് ഒറ്റയേറ്. അതില് പ്രത്യേകം നമ്മുടെ സൂസനെ മാത്രം പിടിച്ചു വെച്ച് അവളെ എടുത്ത് അവിടെയുള്ള ചുമരിലേക്ക് 2-3 ഇടി. അത് നിർത്തുന്നില്ല, നിർത്താതെ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം ആ ഒരു ചുമരി പൊട്ടുന്ന രീതിയിൽ സൂസനെ ഇടിച്ച് താഴെ കിട്ടിട്ട് അത് കഴിഞ്ഞ് നേരെ ജോസഫിന്റെ അടുത്തേക്ക് വന്ന് അവനെ പൊക്കിയെടുത്തൊരു ഒറ്റയടി താഴെ വീണിട്ട് വീണ്ടും ഒരു അടി അടിക്കുന്നതും ഇത്രയും നേരം മറ്റുള്ളവരെ ഉപദ്രവിച്ചപ്പോഴത്തേക്കും ഇവൻ ആരെ സഹായിക്കാൻ ചെന്നില്ലായിരുന്നു. ഇപ്പൊ അവൻ അടി കിട്ടിയപ്പോ അവൻ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ എന്തോ കട്ട് ചെയ്യുന്ന ഒരു മെഷീനും എടുത്തു വെച്ചിട്ട് അവൻ ആ ഒരു കിച്ചണിൽ നിൽക്കുമ്പോൾ ഈ ഒരു പിശാച് അകത്തേക്ക് കയറി വരാണ്. അപ്പോൾ ജോസഫ് ഇത് പിടിച്ചു നിൽക്കുന്നത് ആ ഒരു പിശാച് പറയുന്നുണ്ട് നിനക്ക് അത്ര ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞ് പതിയെ അവന്റെ അടുത്തേക്ക് വരുന്നതും അവൻ പേടിച്ച് പുറകിലേക്ക് പോകുന്നു. അതുമല്ല അവന്റെ പിറകിലാണെങ്കിലോ നമ്മുടെ സൂസൻ നേരത്തെ കഴുകി വെച്ചിരുന്ന ആ ഒരു കത്തിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഉണ്ട്. ഇപ്പൊ അതാ ഒരു പിശാച് കാണുന്നതും പെട്ടെന്ന് അവനെ പേടിപ്പിക്കുമ്പോൾ
അവൻ പുറകിലേക്ക് വന്ന് വീഴുന്നതോ ഈ ഒരു കത്തിയുടെയൊക്കെ മുകളിലേക്ക്. അപ്പൊ ഈ ഒരു കത്തി, കമ്പി അതെല്ലാം അവന്റെ മുകളിലേക്ക് തറച്ചു കയറുന്നതും അവന് പെട്ടെന്ന് എഴുന്നേൽക്കാനും കഴിയത്തില്ല. ആ അവസ്ഥയില് അനങ്ങാൻ കഴിയാതെ അവൻ അവിടെ കിടക്കുമ്പോഴത്തേക്കും ഈ പിശാചി പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് നിന്റെ അവസാനത്തെ ആള് ഞാനാണ് എന്നും പറഞ്ഞ് അവനെ പിടിച്ചൊരു ഒറ്റത്തള്ള് കുറച്ചുകൂടി ആ ഒരു കത്തിയെല്ലാം അവന്റെ മുതുകിലേക്ക് തറച്ചങ്ങ് കയറുന്നുണ്ട്. എന്നിട്ട് അവനെ കൊല്ലാനായിട്ട് വരുന്നതും അവനിപ്പോ വേറൊരു കമ്പി എടുത്ത് ഈ പിശാചിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റക്കുത്ത്. അപ്പോഴാണ് ആ ഒരു പിശാചി അവന്റെ കാമുകിയുടെ രീതി തീയെ പോലെ സംസാരിക്കുന്നത്. ഓ, അപ്പൊ നിന്റെ അച്ഛനെ നീ കൊല്ലത്തില്ല, പക്ഷെ എന്നെ കൊല്ലുമല്ലേ എന്ന് പറഞ്ഞ് കഴുത്തിൽ കുത്തിയിരിക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് മറ്റൊരു വശത്തേക്ക് വലിച്ചങ്ങ് കീറും. അവളുടെ കഴുത്തും അതുപോലെ മുറിയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ മുകളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവനൊരു ഉമ്മയും കൊടുത്ത് അവനൊന്നും ചെയ്യുന്നില്ല. അവിടെ നിന്ന് ആ ഒരു പിശാചി എഴുന്നേറ്റ് നേരെ മുകളിലേക്ക് പോവാണ്. ഈ മുത്തശ്ശിയാണെങ്കിൽ ഈ ചെയറില് ആ ഒരു മെഷീനിൽ മുകളിലേക്ക് പറഞ്ഞു വെച്ചേക്കാണല്ലോ. അവര് പതിയെ പതിയെ എഴഞ്ഞെഴഞ്ഞ് മുകളിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഒരു പിശാച് അവരുടെ മുന്നിലേക്ക് വരുന്നത് ആ ഒരു മുത്തശ്ശി പറയും, പണം എന്റെ കട്ടിലിനടിയിലുണ്ട്, പോയി എടുത്തോളാൻ പറയും. പക്ഷെ അവർക്കറിയത്തില്ല ഇതൊരു പിശാചാണെന്നും ഇവരെ കൊല്ലാൻ പോവാണെന്നും. അപ്പോഴേക്കും ആ ഒരു പിശാച് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് മാറ്റി വയ്ക്കുക. കാരണം വേറെ ഒന്നല്ല, ആ മുത്തശ്ശിയുടെ വായിലുള്ള ആ സെറ്റ് വല്ലുണ്ടല്ലോ, ആ പിശാചി ഈ ഒരു സെറ്റ് വല്ലെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചിട്ട് കുറെ നേരം അങ്ങനെ വെച്ച് അത് വീണ്ടും തിരിച്ച് ആ മുത്തശ്ശിയുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നു. എന്നിട്ടാണ് ഈ ഒരു മുത്തശ്ശിയുടെ ഒരു കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതിനു പകരം മറ്റൊരു ഇരുമ്പ് കാലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആ ഒരു കാലെവിടെയെന്ന് ഈ ഒരു പിശാചി പൊക്കി നോക്കുന്നതും അത് കാണുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കാല് വെച്ചിട്ട് ഈ ഒരു പിശാചിനെ ഒരു ഒറ്റയടി അടികൊണ്ട് ആ ഒരു പിശാചാണെങ്കിലോ നേരെ താഴേക്കൊന്ന് വീഴുന്നു. ഇപ്പൊ താഴേക്കൊന്ന് വീഴുന്നതും ഈ പിശാചി എഴുന്നേൽക്കാണ്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോസഫ് അവിടേക്ക് വന്നിട്ട് ഈ പാത്രങ്ങൾ വയ്ക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ആ പിശാചിന്റെ തലയിലേക്ക് 2-3 ഇടി എന്ന് പറഞ്ഞാല് ജോസഫ് ഇത്രയും കൊടൂരായിട്ട് മാറുന്ന ഒരിക്കലും ആ വീട്ടിലുള്ള ആരും പ്രതീക്ഷയില്ല. അതുപോലെ ആ പിശാചിന്റെ തല മുഴുവനായിട്ട് മിടിച്ച് ചതച്ച് അവരെങ്ങ് കൊല്ലുന്നു. ഇപ്പൊ ഇത് കണ്ട് നമ്മുടെ ആലിസ് വരെ പേടിച്ചു പോയി. എന്നിട്ടെന്താണ് കുറേ നേരം അങ്ങനെ തന്നെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇരുട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആലിസ് ജോസഫിനോട് ചോദിക്കും, നീ ഒളിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കും. എന്ത് കാര്യം? എനിക്കറിയാം, ആ ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജോസഫ് ആ ഒരു സത്യം പറയുന്നത്. അതെ, ഞങ്ങളുടെ മുത്തശ്ശനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ആ ഒരു പിശാചിനെ പറ്റിയും മരണത്തിന്റെ ആ ഒരു ബുക്കിനെ പറ്റിയും. ആ ബുക്ക് ആരും വായിക്കരുതെന്ന് വരെ മുത്തശ്ശൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു പിശാച് ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ആ ഒരു പിശാച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും മുത്തശ്ശന്റെ പഴയൊരു പെട്ടിയിൽ എന്തോ ഒരു കാര്യമുണ്ട്, ഈ പിശാചുകളെ ഇല്ലാതാക്കാൻ കഴിയുന്നത്. ഇപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. ഇതേ സമയം മുകളിലാണെങ്കിലോ ഈ വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ സൂസൻ ആ ഒരു മുത്തശ്ശിക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് അവർ ഉറക്കാനായിട്ട് കിടത്താണ്. അപ്പൊ ആ ഒരു മുത്തശ്ശി പറയും, ഓക്കെ, ഇനി രാക്ഷസന്മാരൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്ത്, നീ കട്ടിലിനടിയിലേക്ക് നോക്കാൻ പറയുമ്പോൾ സൂസൻ താഴേക്ക് നോക്കിയിട്ട് ഇല്ല ഇവിടെ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് സൂസൻ അവിടുന്ന് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ഇതുപോലെ ആ ഒരു മുത്തശ്ശി പുറകില് എഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് ഗുഡ് നൈറ്റ് സൂസൻ എന്ന് പറയുന്നതും ഇത് കേട്ട് സൂസൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, എന്താ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് അടുത്തേക്ക് നടന്നു വരുമ്പോ ആ മുത്തശ്ശി ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കും. സൂസനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സൂസനാണെങ്കിൽ പേടിച്ചിട്ട് അടുത്തേക്ക് വന്ന് ഇപ്പൊ സൂസന്റെ അമ്മയുടെ ശബ്ദത്തിൽ ആ ഒരു പിശാചി സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ സൂസൻ വന്ന് അവരെ കെട്ടിപ്പിടിച്ചിട്ട്, അമ്മ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നല്ല പറയുമ്പോഴത്തേക്കും ആ പിശാചി പറയും, അതേ മോളെ, നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നിക്കാനുള്ള ഒരു അവസരമാണിത്. നമ്മുടെ കുടുംബം പഴയതുപോലെ തിരിച്ചു വരും. വൈകാതെ എഡ്ഗർ ഇവിടേക്ക് വരും, അവനെ നീ ഉള്ളിലേക്ക് വിടണം എന്ന് പറഞ്ഞ ആ ഒരു തുണിയെടുത്ത് മാറ്റുമ്പോൾ ആ മുത്തശ്ശിയുടെ ഉള്ളിലും ഇതുപോലെ ആ ഒരു പിശാചി കയറിയിട്ടുണ്ട്. എന്നിട്ട് ജനാലയുടെ അടുത്തേക്ക് കൈ കാണിക്കുന്നതും അവൾ നേരെ ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു കർട്ടൻ മാറ്റുമ്പോൾ വെളിയിൽ എഡ്ഗർ ഉണ്ട്. എന്നിട്ട് ഈ ഒരു 2 പിശാചുകളും എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ സൂസൻ പറയുമല്ലോ, അവൾക്ക് അവളുടെ കുടുംബം കഴിഞ്ഞേ ബാക്കി എന്തോ ഉള്ളെന്ന്. അതുകൊണ്ട് ആ ഒരു കുടുംബത്തെ വെച്ചുകൊണ്ട് നമ്മുടെ സൂസനെ വശീകരിച്ച് ഇപ്പൊ ആ ഒരു ജനാല അവസാനം സൂസൻ തുറക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, എഡ്ഗർ അങ്ങനെ ഈ സൂസനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളെ അവിടെ വെച്ച് ഉമ്മ വയ്ക്കും. ഈ മൂവിയിൽ പകുതിയും പേടിപ്പിക്കുന്നതാണെങ്കിലും ഭയങ്കര വിയേഡായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇവർക്ക് ചിന്തിച്ച് എഴുതാൻ കഴിയുന്നതെന്നാണ്. ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് സൂസൻ നേരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ ജോസഫിനോട് പറയും, മോനെ എല്ലാം ശരിയായി, നീ ഇനി എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. സത്യത്തിൽ ഈ ഒരു പിശാചുകള് നമ്മുടെ ശത്രുക്കളല്ല. എന്റെ അച്ഛൻ അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച എന്തോ ഒരു കാര്യം അത് തിരിച്ചെടുക്കാനാണ് അവർ വന്നത്. എന്നെല്ലാം ഈ ഒരു പിശാചുകളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സൂസൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ആയുധം അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും പഴയ കുടുംബത്തെ പോലെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറയുന്നതും ജോസഫ് ചോദിക്കും, എന്തായുധം, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അതെ, ആ ഒരു കത്തി തിരിച്ചു കൊടുക്കാൻ പറയുന്നതും പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ് എല്ലാം പൊട്ടിയിട്ട് ഇപ്പോൾ മൊത്തത്തിൽ ഇരുട്ടാവുന്നു. ഈ സമയം എഡ്ഗർ പെട്ടെന്ന് അതിനകത്തേക്ക് വന്നിട്ട് ഓടി വന്ന് നമ്മുടെ ജോസഫിനെ ഇടിച്ചങ്ങ് താഴെക്കിടും. എന്നിട്ട് അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ആലിസിനെ ഇടിച്ച് താഴെക്കിട്ടിട്ട് ഇനി നീയും ഈ ഒരു കുടുംബത്തിന്റെ ഭാഗമാവാൻ പോവാണ് എന്ന് പറയുന്നതും നമ്മുടെ സൂസൻ പെട്ടെന്ന് എഴുന്നേറ്റ് എഡ്ഗറിനോട് പറയും, നീ എന്നോട് കള്ളം പറഞ്ഞു, നീ എനിക്ക് സത്യം ചെയ്തു തന്നാണ് അവനെ ഒന്നും ചെയ്യത്തില്ലാന്ന്.
പക്ഷെ ഇപ്പോൾ നീ എന്നോട് കള്ളം കാണിച്ചത് പറയുന്നതും ആ പിശാജ് അങ്ങനെ ചാടി ടേബിളിന് മുകളിലേക്ക് വന്നിട്ട് അവളുണ്ടാക്കിയ ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അതിന്റെ സ്റ്റാൻഡ് അതെടുത്ത് സൂസന്റെ തലയിലേക്ക് ഇട്ട് ഒരു ഒറ്റയാടി അവള് താഴെ വീഴുന്നതും നമ്മുടെ ജോസഫിനെ ആ ഒരു പിശാജ് ഒന്ന് പിടിച്ചിട്ട് നീ ഇപ്പൊ നിന്റെ കാമുകിയോട് എന്താ ചെയ്തതെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞ് ആ മുഖം ഇടിച്ച് ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് അവന്റെ മുഖം പിടിച്ച് ആ ചതഞ്ഞ മുഖത്തിലേക്ക് ചീർത്തങ്ങ് വെക്കും. അങ്ങനെ കുറെ നേരം വെച്ചതിന് ശേഷം അവനെ വലിച്ചെടുത്ത് ഇപ്പൊ ഇവന് മാത്രമേ അറിയത്തുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ അതെവിടെയാണെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു പിശാചുകൾക്ക് നമ്മുടെ ജോസഫിന് ആവശ്യം. കാരണം ഇവൻ ആ ഒരു ബുക്കിനെ പറ്റിയും ആ ഒരു കത്തിയെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോസഫ് പറയും അത് എനിക്കറിയാം, ആ ഒരു കത്തി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാന്ന് പറയുന്നതും ആ പിശാജ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ ജോസഫ് വെല്ലു കൊടുത്ത ആ ഒരു പേനയുണ്ടല്ലോ വില കൂടിയ അത് വെച്ചിട്ട് ആ പിശാജിന്റെ കഴുത്തിലേക്ക് 2-3 കുത്ത്. ഇതേ സമയം നമ്മുടെ സൂസനും ഓടി വന്ന് ആ ഒരു പിശാചിനെ അറ്റാക്ക് ചെയ്യാണ്. ജോസഫും സൂസനും ഭയങ്കരമായിട്ട് ആ ഒരു പിശാചിനോട് ഫൈറ്റ് ചെയ്യുന്നതും ഇവിടെ നമ്മുടെ ആലീസ് ഇതെല്ലാം കണ്ട് അവളാകെ പേടിച്ചിട്ട് ആ ഒരു ടേബിളിനടിയിലൂടെ എഴഞ്ഞെഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. പിറകിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു പിശാചി ഭയങ്കര കൊടൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത് അവസാനം നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ഒരു മുറിക്കകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. എന്നിട്ട് വായി മൂടി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതിന് വെളിയിൽ ആ പിശാചി ജോസഫിനോട് ചോദിക്കുന്നുണ്ട് എവിടെ ആ ഒരു കത്തിയെന്ന്. കുറേ നേരം ചോദിച്ച് അവസാനം ജോസഫിനെ ഇടിച്ച് ആ ഒരു ഡോറിനുള്ളിലേക്ക് വരുന്നത് ജോസഫ് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് ആലീസ് ആ ഒരു കത്തി കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് അവനെ വലിച്ചെടുത്ത് വീണ്ടും ആ ഒരു പിശാച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെളിയിലുള്ള ആ ഒരു ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ആലീസ് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു പുല്ല് വെട്ടുന്നൊരു മെഷീൻ ഉണ്ട്. അത് കാണുന്നത് മോടി വന്നിട്ട് അതിലേക്ക് അവിടെ ഇരിക്കുന്ന പെട്രോൾ എല്ലാം എടുത്തൊഴിച്ച് ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ സൂസനെ വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പും പേടിച്ച് മുകളിലേക്ക് അവൾ കയറുന്നതും സൂസൻ അവിടെ അടികൊണ്ട് കിടക്കുന്നു. അപ്പൊ ആലീസ് പതിയെ മുകളിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. ആ ഫോട്ടോ എടുത്ത് അവൾ ഇങ്ങനെ നോക്കുന്നത് അവളുടെ പിറകെ തന്നെ ആ ഒരു മുത്തശ്ശി അവരൊരു വല്ലാത്ത രീതിയിൽ നിന്നിട്ട് ആലീസ് ഇത് കണ്ട് പതിയെ തിരിയുന്നതും പെട്ടെന്ന് ആ ഒരു മുത്തശ്ശി ഒന്ന് ആലീസിനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുന്നു. ആലീസ് ആണെങ്കിൽ തിരിച്ച് ആ ഒരു ഫോട്ടോ എടുത്ത് അവരുടെ തലയിലേക്ക് അടിച്ചിറക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത അവസാനം നമ്മുടെ ആലീസിനെ ആ കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അതിലേക്ക് അവളുടെ മുഖം കൊണ്ടുവന്ന് വെക്കുകയാണ്. പക്ഷെ അതിപ്പോ ഓണല്ല. എന്നിട്ട് ആലീസിനോട് ആ ഒരു പിശാച് സംസാരിക്കുന്നതും ആലീസ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് കയ്യെത്തി മുന്നിലൊരു പേനയുണ്ട് അത് കയ്യെത്തി ഇങ്ങനെ എടുക്കുന്നതും ഇപ്പൊ ആ ഒരു പിശാചി ആ പേന അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവളുടെ ചെവിയിലേക്ക് തന്നെ പതിയെ കുത്തിയിറക്കാണ്. സത്യം പറയാലോ ആലീസ് വേദന കാരണം അവൾക്കൊന്നും ചെയ്യാനും കഴിയത്തില്ല, വേദന സഹിച്ചേ പറ്റൂ. ആ പേന അങ്ങനെ കുത്തിയിറക്കുന്നതും നമ്മുടെ സൂസൻ ഇപ്പൊ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ആലീസ് സൂസനോട് സഹായം ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു പിശാചി സൂസനോട് പറയുന്നത് സൂസൻ ആ മെഷീൻ ഓണാക്ക്. അപ്പൊ ആലീസ് അവരോട് പറയും ഇല്ല ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്കും സൂസൻ ഇപ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് ആ ഒരു മെഷീന്റെ അടുത്തേക്ക് വരാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ അവർ പിശാചി പറയുന്നത് അവൾ കേൾക്കാൻ പോകുന്നു. ഇത്രയൊക്കെ ആയിട്ട് സൂസൻ അത് പഠിച്ചില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നറിയോ, അടുത്ത് പൊട്ടി കിടക്കുന്ന ആ ഒരു കണ്ണാടി ചില്ലെടുത്തിട്ട് ഈ അമ്മമ്മയുടെ കണ്ണിലേക്ക് ഒരു ഒറ്റക്കുത്ത്, എന്നിട്ട് അവരെ ആ ഒരു ചെയറിൽ വെച്ച് കെട്ടി ഓണാക്കി വിട്ടു കൊടുക്കുന്നതും ഇപ്പോൾ പതിയെ ആ ഒരു മെഷീൻ അവരെ നേരെ താഴേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മുടെ ആലീസ് അവിടെ മാറിയിരിക്കുന്നതും സൂസൻ ആലീസിനെ നോക്കാണ്. ആലീസിന് നല്ല ദേഷ്യമുണ്ട്. അതുമല്ല അവളുടെ ചെവിയിലാണെങ്കിലും ആ ഒരു പേന ഇരിക്കുന്നു. ഇപ്പൊ ആ ഒരു പേന വലിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പേനയിൽ പിടിച്ചൊരു ഒറ്റ വലി, പക്ഷെ അതിന്റെ പകുതി വെച്ചിട്ട് ഓടിഞ്ഞങ്ങ് പോവും. ബാക്കി ചെവിയിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ആലീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് അത് അവളുടെ കയ്യിലൊരു കത്തിയുണ്ട് അതും എടുത്ത് അങ്ങനെ എഴുന്നേൽക്കുന്നതും താഴെ ആ ഒരു മുത്തശ്ശിയുണ്ടല്ലോ അവരെ ആ ഒരു പിശാച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അവരുടെ കണ്ണിലുള്ള ആ ഒരു പൊട്ടിയ ചില്ല് അത് വലിച്ചെടുത്തിട്ട് അവരുടെ കാലിപ്പോൾ മുറിച്ചെടുക്കാണ്, കാരണം മുകളിലേക്ക് വരാൻ വേണ്ടി. അങ്ങനെ അവരെ നമ്മുടെ ഹീറോയിൻ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് മുകളിൽ നിന്നും രണ്ടുപേർ താഴേക്ക് ഒന്ന് വീഴും. അപ്പോൾ സൂസൻ ഹീറോയിനോട് ചോദിക്കും അതെന്റെ മകനാണോ ജോസഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ താഴേക്ക് നോക്കുന്നതും അത് ജോസഫ് തന്നെയാണ്. ഇപ്പൊ അവിടെ നിന്നും എഡ്ഗർ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് നമ്മുടെ ആലീസിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് ഓടി വരുന്നതും ആലീസ് ഇല്ല എന്നും പറഞ്ഞിട്ട് ആലീസ് അവിടെയുള്ള ആ ഒരു കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അതും എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ സൂസൻ അവിടെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് സൂസനെ അവൾ പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ എഡ്ഗർ അങ്ങനെ പിറകിലൂടെ ഓടി വന്ന് ഇവരെ പിടിക്കുമെന്നാകുമ്പോൾ ആലീസ് സൂസനെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു ബാത്റൂമിനകത്തേക്ക് ഒന്ന് ഡോർ അങ്ങ് അടയ്ക്കും. അങ്ങനെ ആ ഒരു ഡോറ് തുറക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ സൂസനെ അവിടെ കെട്ടിയിടാണ്. എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു സൂസനെ അവിടെ കെട്ടിയിട്ടിട്ട് ആലീസ് അവളുടെ ചെവിയിലിരിക്കുന്ന ആ ഒരു പേനയുടെ ബാക്കിയുണ്ടല്ലോ അത് പതിയെ വരച്ച് പുറത്തേക്ക് എടുക്കും. അപ്പോഴാണ് സൂസൻ അവിടെ ഇരുന്നിട്ട് പറയുന്നത് എന്റെ കുടുംബം നശിച്ചു, എല്ലാം നശിച്ചു, അതിന് കാരണം നീയാണ്, നീ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും മിണ്ടാതിരിക്കും സൂസൻ, ഞാൻ കാരണമൊന്നുമല്ല, ഇത് ആൾറെഡി തന്നെ ഈ ഒരു പിശാചികൾ നിന്റെ കുടുംബത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ വയറിങ്ങനെ കാണിച്ചു കൊടുക്കും. അവിടെ വലിയ പൊള്ളലേറ്റതോ മുറിവ് പോലത്തെ എന്തോ ഒരു കാര്യമുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഇതാരാ ചെയ്തതെന്നറിയോ, നിന്റെ മകൻ, അവനാണ് ചെയ്തതെന്ന് പറയും. പക്ഷെ അപ്പോഴും
സൂസൻ അതൊന്നും സമ്മതിക്കുന്നില്ല. അവരെത്ര തെറ്റ് ചെയ്താലും അവൾക്ക് അവരുടെ കുടുംബം അത്രയും വലുതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് നിന്റെ കുടുംബം അത്ര അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മുകളിലത്തെ ആ ഒരു ഭാഗം അത് കട്ട് ചെയ്ത് മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം സൂസനാണെങ്കിലോ പതിയെ അവളോട് സംസാരിച്ച് അവിടെ ചൂടായിരിക്കുന്ന ആ ഒരു പൈപ്പുണ്ട് അതിലേക്ക് തല കൊണ്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പതിയെ പതിയെ സംസാരിച്ച് എന്റെ ഭർത്താവ് ഇതിന് നിന്നോട് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നതും പെട്ടെന്ന് നമ്മുടെ സൂസന്റെ ഉള്ളിലേക്കും ആ ഒരു പിശാച് കയറി. എന്നിട്ടെന്താണ് നമ്മുടെ ഹീറോയിനെ ചവിട്ടി താഴെക്കിട്ടിട്ട് ഇപ്പൊ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ പിറകെ വന്ന് അവളെ വലിച്ചെടുത്ത് അവളുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് അതൊരു കവറിട്ട് അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് നമ്മുടെ ഹീറോയിനെ അങ്ങനെ വലിച്ച് ആ ഒരു ചുമരുണ്ടല്ലോ അതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലേക്ക് പിടിച്ച് ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഹീറോയിനെ വലിച്ചെടുക്കുന്ന സമയത്ത് അവള് ഒരു ഷേവിംഗ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് സൂസന്റെ മുഖത്തുണ്ടല്ലോ ആ ഒരു ഷേവ് ചെയ്യുന്ന ബ്ലേഡ് അത് വെച്ച് വലിച്ച് 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 അവളുടെ സ്കിന്നെല്ലാം അങ്ങ് വലിച്ചിളക്കും. ഇതൊന്നും കാണിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോയിൻ താഴേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ ആ ഒരു ബാത്ത് ടബിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വന്ന് ആ കട്ട് ചെയ്യുന്ന മെഷീൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സൂസൻ വരുമ്പോഴത്തേക്കും അവളുടെ തോളിലേക്ക് വെച്ച് ആ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ വയറിലേക്കും ആ ഒരു മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ അവർക്ക് അനങ്ങാൻ കഴിയത്തില്ല. എന്നിട്ട് ഹീറോയിൻ മുകളിലൊരു ഗ്യാപ്പ് ഇട്ടല്ലോ അതുവഴി നേരെ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറിയിട്ട് എന്താണ് ഇതുപോലെ അവൾ കുറച്ചു നേരം പേടിച്ചിരുന്നിട്ട് പിന്നീടാണ് ആലോചിക്കുന്നത് ആ ഒരു കത്തിയുടെ കാര്യം. ഇപ്പൊ ആ ഒരു കത്തി മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ താഴെ നിന്നും ജോസഫ്, ആലീസ് എന്നെ മുകളിലേക്ക് വരാൻ സഹായിക്കുക, ആ ഒരു കത്തി എവിടെയാണെന്ന് എനിക്കറിയാം, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കാൻ പറയുന്നതും അതൊരിക്കലും ജോസഫ് അല്ല എന്നുള്ള കാര്യം ഹീറോയിൻ അറിയാം. അതുകൊണ്ട് അവളത് കേൾക്കാതെ ആ ഒരു കത്തി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജോസഫ് പതിയെ മുകളിലേക്ക് കയറി വരുന്നു. ഇത് കാണുന്നത് മാലീസ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കത്തി എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റക്കൊത്ത്. ഇപ്പൊ ആ ഒരു കത്തി വായിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും ജോസഫിന് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം വേറൊന്നല്ല, ഇത് ആ ഒരു കത്തി അല്ലായിരുന്നു. കാരണം കുറെ പുരാവസ്തുക്കള് അവന്റെ മുത്തശ്ശൻ കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ട് പല രീതിയിലുള്ള കത്തികളുണ്ട്. ഇപ്പൊ ഇതിൽ ഏതാണെന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് അവൾ അവിടെയുള്ള ഓരോ കത്തികളായിട്ട് എടുത്തിങ്ങനെ കുത്താണ്. തോളിൽ കുത്തുന്നു, നെഞ്ചിൽ കുത്തുന്നു, ഇങ്ങനെ മാറി മാറി കുത്തുന്നതും അതൊന്നുമല്ല. ഇപ്പൊ അവസാനം ഒരു കത്തിയെടുത്ത് വയറിലേക്ക് കുത്തി കൊടുക്കുന്നതും പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ആ ഒരു പിശാച് പോകുന്നുണ്ട്. കാരണം ആ കത്തി തന്നെയായിരുന്നു. അപ്പോഴേക്കാണ് മറ്റൊരു വശത്തോടെ വേറൊരു പിശാച് ഇപ്പൊ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇത് കണ്ട് നമ്മുടെ ആലീസ് ആണെങ്കിലോ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു വീടിന്റെ മുകളിലേക്ക് ഓടിന് മുകളിലേക്ക് കയറി ആ ഒരു മെഷീനും എടുത്ത് താഴേക്ക് ഇട്ടിട്ട് അങ്ങനെ ഈ ഒരു മെഷീനും കൊണ്ട് അവൾ താഴേക്ക് വീഴുമ്പോഴത്തേക്കും ഉരുണ്ട് നേരെ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കത്തിയുണ്ടല്ലോ അത് അവളുടെ കയ്യിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പോഴേക്കാണ് സൂസനും അതേപോലെ തന്നെ അവളുടെ ഭർത്താവും രണ്ടുപേരും നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഹീറോയിൻ ഇപ്പൊ അവരിൽ നിന്ന് രക്ഷോട്ട് പോകണല്ലോ, അതുകൊണ്ട് ഓടി വന്നിട്ട് ആ ഒരു വീടിന്റെ ചിമ്മിനിയുണ്ട് അതുവഴി താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ അവിടെ കുടുങ്ങിപ്പോയി. അതുപോലെ അവളുടെ കയ്യിൽ ആ ഒരു മെഷീൻ ഇരിപ്പുണ്ട്. ഇപ്പൊ സൂസൻ ആ ഒരു ചിമ്മിനി വഴി താഴേക്ക് ഇറങ്ങി വരുന്നത് ഹീറോയിൻ ആ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചു കൊടുക്കും. സൂസൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു മെഷീനിൽ കുടുങ്ങിയിട്ട് ഭയങ്കരമായിട്ടും കട്ടായിട്ട് സൂസൻ ഇപ്പോൾ പതിയെ പതിയെ ഇല്ലാതാവുകയാണ്. കാരണം ആ ഒരു പിശാച് അവളുടെ ശരീരത്തിൽ ഇനിയിപ്പോൾ നിൽക്കാനായിട്ട് കഴിയത്തില്ലല്ലോ. അങ്ങനെ സൂസന്റെ തലയും കൈയും കഴുത്തും എല്ലാം പല പീസായിട്ട് കട്ട് ചെയ്ത് താഴെ വീണ് ഇപ്പോൾ ഹീറോയിനെ താഴെ വീണിട്ട് ആ ചിമ്മിനിയിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും എഡ്ഗർ ഉണ്ടല്ലോ അവൻ താഴെ വീണിട്ട് ഓടി വന്ന് ഈ ഒരു മെഷീനിലേക്ക് കൈ കൊണ്ടങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, എന്റെ ഫാമിലിയെ നീ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ നിന്റെ കോപ്പിലെ ഒരു ഫാമിലി എന്നും പറഞ്ഞ് അവന്റെ തലയിലേക്ക് വെച്ചിട്ട് തല 2 പീസായിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റും ആ മെഷീൻ കൊണ്ട്. അതുപോലെ ആൾറെഡി തന്നെ ഈ ഒരു വീട് മുഴുവൻ പെട്രോളെല്ലാം ഒഴിച്ചു വെച്ചേക്കാണല്ലോ. ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു ലൈറ്റർ എടുത്തിട്ട് അവനെ വിളിച്ച് അങ്ങനെ എടുത്തൊരു ഒറ്റയേറ് ഇപ്പോൾ ഈ ഒരു വീട് മുഴുവനായിട്ട് കത്തിപ്പിടിക്കാൻ തുടങ്ങാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നായ കൂടി ഉണ്ടായിരുന്നല്ലോ അത് ചാടി വരുമ്പോൾ അതിനെയും ഇതുപോലെ തന്നെ ഹീറോയിൻ കൊത്തി കൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് ഹീറോയിൻ അവിടെ കിടക്കുമ്പോഴത്തേക്കും ആ പിശാച് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് വീണ്ടും ആ ഒരു വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെയും ഇതുപോലെ നരകത്തിലേക്ക് അയക്കാൻ വേണ്ടി അത് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പിശാച് ഒരു ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിലുള്ള ആ ഒരു തലമുറയിലുള്ള എത്ര പേരുണ്ടോ എല്ലാവരെയും കൊല്ലും. അതുപോലെയാണ് ഈ ഒരു പിശാച് ഓരോ ശരീരത്തിലേക്ക് മാറി മാറി കയറുന്നത്. എന്നിട്ട് ഇപ്പൊ ആ ഒരു പിശാച് വെളിയിലേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ കൊല്ലുമെന്ന് പറയാണ്. കാരണം അവളെയും വെറുതെ വിടാൻ കഴിയത്തില്ലാന്ന്. അതുമല്ല ഇവിടെ വെച്ചിട്ട് ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും ആലീസ്, ഞാനില്ലാതെ നീ ഒന്നുമില്ല എന്നെല്ലാം ആ ഒരു പിശാച് അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട നമ്മുടെ ആലീസ് ആണെങ്കിലോ അവിടെ നിന്ന് ഓടി അത് കുറേ ദൂരം ഓടുന്നു. ഓടി ഓടി അവസാനം ഇപ്പൊ ആലീസ് റോഡിലേക്ക് എത്തും. എന്താന്ന് വെച്ചാല് ഈ ഒരു ശരീരത്തിലുള്ള ആ ഒരു പിശാചിനെയും കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നശിക്കത്തുള്ള ആ ഒരു പിശാചിന് കുടുംബത്തിലുള്ള ആരുടെ ശരീരത്തിലും കയറാനും കഴിയത്തില്ല. എന്തോ ഒരു വർക്ക് നടക്കുന്ന വലിയൊരു സ്ഥലമുണ്ട്, അതിനകത്തേക്ക് ഒന്ന് കയറും. എന്നിട്ട് അവിടെ വന്ന് പേടിച്ച് അവിടെയുള്ള ഒരു വയർലെസ് ഫോണും എടുത്ത് അവളൊരിടത്തേക്ക് ഒന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പിശാചാണെങ്കിൽ അവളുടെ പിറകെ തന്നെയുണ്ട്. ഇപ്പൊ അത് പതിയെ നടന്ന് നമ്മുടെ ആലീസിന്റെ അടുത്തേക്ക് വരുന്നതും അവള് പേടിച്ച് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അതിനെ കാണുന്നില്ല. എവിടെ പോയെന്ന് ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും
മറ്റൊരു വശത്തൂടെ നമ്മുടെ ആലീസിന്റെ കാലിലേക്ക് പിടിച്ചിട്ടൊരു ഒറ്റയേർ അവളാണെങ്കിൽ അടുത്തുള്ള ഒരു മെഷീനിലേക്ക് വന്നിടിച്ച് ആ ഒരു മെഷീനും ഇപ്പോൾ ഓണായിട്ട് അവൾ അടുത്തുള്ള വലിയൊരു കുഴിയിലേക്ക് വന്ന് വീഴും. അതുപോലെ ആ ഒരു കുഴിയിലാണെങ്കിലോ ഒരുപാട് കമ്പികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നിലേക്ക് അവളുടെ കാലും തറച്ചു കയറുന്നതും ഇപ്പൊ ആലീസ് അവിടെ വീണിട്ട് അവൾക്ക് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. അതുപോലെ ആ ഒരു മെഷീൻ ഓണായിട്ട് ആ മെഷീനിൽ നിന്നും ഉരുകിയ ടാറ് പോലെ എന്തോ ഒരു കാര്യം ഈ കുഴിയിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പിശാചി അവളുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ഞാനില്ലാതെ നിന്നെ ജീവിക്കാണ്ട് ഞാൻ അനുവദിക്കില്ല ആലീസ് എന്നും പറഞ്ഞ് അത് ഈ ഒരു കുഴിയിലേക്ക് തള്ളിവിടുന്നതും ഇപ്പൊ ആ ഒരു ടാറ് പോലത്തെ കാര്യം അത് നല്ല ചൂടുള്ളത് അത് ഒരുക്കി ഒരു കുഴി മൊത്തമായിട്ട് നിറയാൻ പോവാണ്. അതുപോലെ ആലീസിന്റെ കയ്യിലാണ് ആ ഒരു കത്തിയുള്ളത്. അവൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അതും എടുത്തിട്ടാണ് വന്നത്. ഇപ്പൊ എങ്ങനെയായാലും നമ്മുടെ ആലീസിന്റെ രക്ഷോട്ട് പോണല്ലോ. അതുകൊണ്ട് അവൾ വേദന സഹിച്ചിട്ട് ആ ഒരു കാല് കമ്പിയിൽ നിന്ന് പതിയെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പൊ ഇഴഞ്ഞിഴഞ്ഞ് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു പിശാചി താഴേക്ക് വന്ന് അവളെ പിടിച്ചു വെച്ച് എവിടെ ആ ഒരു കത്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താ ചെയ്യുന്നറിയോ, ആ കത്തി എടുത്ത് നേരെ ആ ഒരു ടാറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും പോയി എടുത്തോളാൻ. അതുകൊണ്ട് ആ ഒരു കത്തി എടുക്കാൻ വേണ്ടി ആ പിശാചി ഈ ടാറിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ ആലീസ് ഇതിന്റെ മുകളിലേക്ക് കയറണമല്ലോ. അതുകൊണ്ട് അവിടെയുള്ള ആ ഒരു വയറിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ കുഴിയെടുക്കുന്ന വലിയൊരു മെഷീൻ ഉണ്ട്. അതിന്റെ വയറായിരുന്നു അത്. വലിച്ച് അത് അവളുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പൊ ആ ഒരു മെഷീൻ അങ്ങനെ എടുത്ത് ഈ പിശാജ് എഴുന്നേറ്റ് അവളെ തിരിഞ്ഞു നോക്കുന്നതും ആ മെഷീൻ വെച്ചിട്ട് ആ ഒരു പിശാജിന്റെ നെഞ്ചുണ്ടല്ലോ അതിലേക്ക് കുത്തിയിറക്കി ആ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതും ആ പിശാജിന് ഇപ്പൊ അധികം നേരം ആ ശരീരത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ അതിനെ കുത്തി ആ ഒരു ടാറിലേക്ക് മുക്കിയിട്ട് അവള് പതിയെ ഈ ഒരു കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറി ഇഴഞ്ഞു പോകുമ്പോൾ അപ്പോഴും ആ പിശാജ് അങ്ങനെ മുകളിലേക്ക് കയറി വന്ന് അവളുടെ കാലിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നതും ഹീറോയിന്റെ കയ്യിലെ ആ ഒരു യഥാർത്ഥ കത്തിയുണ്ടല്ലോ അത് അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അവള് വേറൊരു കത്തിയെടുത്താണ് ആ ഒരു ടാറിലേക്ക് ഇട്ടത്. എന്നിട്ട് ഇന്നാ പിടിച്ചു നിന്റെ കത്തി എന്ന് പറഞ്ഞ ഒരു ഒറ്റ കുത്ത് കഴുത്തിലേക്ക് കുത്തി കഴിയുന്നതും ഇപ്പോ വില്ലുണ്ടല്ലോ അവന്റെ രൂപത്തെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും അവൾ കുറച്ചു നേരം വില്ലിന്റെ തലയിലെല്ലാം കൈ വെച്ചിട്ട് ഇത് മതിയാവത്തില്ല എന്നും പറഞ്ഞ് വില്ലിന്റെ അഴുകിയ ശരീരത്തിലാണ് ആ ഒരു പിശാചി കയറിയിട്ട് അവൾ ഇത്രയും നേരം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു തലയും എല്ലാം കൈ കൊണ്ട് തകർത്ത് പൊടിച്ചില്ലാതാക്കി ഇപ്പൊ ആ ഒരു പിശാചിനെ പൂർണ്ണമായിട്ടും അവൾ ഇല്ലാതാക്കുന്നു. അത് കഴിഞ്ഞിട്ടെന്താണ് അവളിപ്പോ ഇഴഞ്ഞിഴഞ്ഞ് നേരെ റോഡിലേക്ക് വരും. അതേസമയം ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് തീ പിടിച്ചതും നശിച്ചതും എല്ലാം കാരണം പോലീസ് ഫയർഫോഴ്സ് ഇവരെല്ലാവരും അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിച്ച് അവസാനം ഈ ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് നമ്മുടെ ആലീസ് മാത്രമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഒരു സീനും കൂടിയുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവര് മാത്രം മരിച്ചിട്ടില്ലായിരുന്നു. കാരണം അവരവരുടെ കാല് മുറിച്ചിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവരിപ്പോ റോഡിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് പോവാണ്. അപ്പോഴാണ് പുറകിലൂടെ ഒരു കാറ് വന്നിട്ട് ആ കാറിൽ നിന്ന് ഒരു പെണ്ണ് വെളിയിലേക്ക് വന്ന് ഏയ് മുത്തശ്ശി എന്തോ പറ്റി കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഇല്ല മോളെ എന്നെ നീ എങ്ങനെയും രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു പെണ്ണിനോട് പാവത്തെ പോലെ സംസാരിച്ച് പെട്ടെന്ന് അതിന്റെ രൂപം മാറും. ആ പിശാചി ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിലൂടെ എന്താണ് ആ ഒരു പിശാചി ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അവസാനിപ്പിക്കത്തില്ല, നമ്മുടെ ആലീസിനെ അന്വേഷിച്ച് പോകുമെന്നറിയാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കുടുംബം. ഇപ്പൊ ഇതേ സമയം മറ്റൊരിടത്ത് ഈ ഒരു ചിതാഭസ്മം എല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്താന്ന് വെച്ചാൽ ആരുമില്ലാത്ത അനാഥ ശരീരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ശരീരങ്ങളെല്ലാം കത്തിച്ച് അതിന്റെ ചിതാഭസ്മം ഇവര് സൂക്ഷിച്ചു വെച്ചേക്കും. അവരുടെ കുടുംബാംഗങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു ചിതാഭസ്മം അവർക്ക് തിരിച്ചു കൊടുക്കും. ഇതുപോലുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയും അവരുടെ മകളെ കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്. അപ്പൊ അവർ മോള് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരുടേതാ, എങ്ങനെ ഇത് സൂക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവർക്ക് അത് കൊടുക്കും എന്നും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ പറയും മോളെ നീ ഇവിടെ തന്നെ നിൽക്കും, ഒന്നിലും തുടരുത്, അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അടങ്ങിയിരിക്കോ അവിടെ ഇരിക്കുന്ന ഓരോ ചിതാഭസ്മമായിട്ട് എടുത്ത് കുലുക്കി നോക്കാൻ അവരുടെ പേരെല്ലാം വായിച്ചിട്ട് പെട്ടെന്നാണ് പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു പെൺകുട്ടി വന്ന് ആരാന്നിങ്ങനെ നോക്കി കണ്ണാടിയില്ലാതെ നോക്കുമ്പോഴത്തേക്കും വേറെ ആരെ കാണുന്നില്ല. അവളുടെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ പേടിക്കണ്ട മോളെ എന്ന് പറയുന്നതും അവൾ ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതം നിൽപ്പുണ്ട്. ഇത് വേറെ ആരുമല്ല, ഇതിനു മുന്നേ എവിൾ ഡെഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഇറങ്ങിയൊരു പാർട്ടുണ്ട്, അതിലെ ഒരു കഥാപാത്രമാണ്. ഇപ്പൊ ആ ഒരു പിശാചി ഈ പെൺകുട്ടിയുടെ പിറകിൽ വന്ന് നിന്നിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് കൊല്ലുന്നു. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു പിശാചികളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാതെ ഒരിക്കലും ഈ ഒരു മൂവീസ് ഒന്നും ഇവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് ഇനിയുള്ള മൂവീസ് ഇല്ലേ അവർ ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.